നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ. കൂടാതെ ഒരു കൗൺസിലറാണ്, കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയാറുണ്ട്. കുട്ടികളുടെ മാത്രമല്ല, പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്താറുണ്ട്, കല്യാണം കഴിഞ്ഞ ദമ്പതികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്, മാരേജ് കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അത്തരം ഒരുപാട് അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. വളരെ നല്ലൊരു പ്രഭാഷകനാണ്. വിവാഹവേദികളിലെല്ലാം അദ്ദേഹം ബോധനം നൽകാറുണ്ട്. പ്രഭാഷണങ്ങളിലെല്ലാം ഉടനീളം രസകരമായ കഥകൾ അവതരിപ്പിക്കാറുണ്ട്. കഥകളിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ എനിക്കിനിയും പറയാം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അസാധാരണക്കാരനായ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം. പരിചയപ്പെടാൻ നമുക്ക് സാജിദ് പറപ്പൂർ എന്ന സാജിദ് മാഷ്. ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സാജിദ് മാഷ്, വെൽക്കം ടു ദ ഷോ. ഓക്കെ, വളരെ സന്തോഷം. ഇപ്പോൾ താങ്കൾ ഏത് മേഖലയിലാണ് ഇരിക്കുന്നത്? എവിടെയാണ് താങ്കൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ അടുത്തുള്ള കുന്നക്കാവ് എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാനുള്ളത്. ഒരു 420ഓളം ഫാമിലീസ് അധിവസിക്കുന്ന ഒരു മഹലിൻ്റെ ചാർജായിട്ടാണ് പോകുന്നത്. അവിടെ എനിക്കൊരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, പിന്നെ ടീച്ചിങ് മേഖലയിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രസൻറ്റ് അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളൊരു ടീച്ചറായിട്ടും മോട്ടിവേറ്ററായിട്ടും കൗൺസിലറായിട്ടും മഹലിൻ്റെ പ്രവർത്തനങ്ങളിലും ഒരുപാട് സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്ര അധികം സമയം ചിലവഴിക്കാൻ കഴിയുന്നത്? അതൊന്ന് നമ്മളെ കാണാൻ വരുന്നവരും അവരുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത് അത്രയും പ്രധാനമുള്ളൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ സാമൂഹികമായി വരുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ നേരിടുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് മനസ്സ് പ്രയത്നിക്കാറ്. നിങ്ങളുടെ ജീവിതം ഇന്നത്തെ അവസ്ഥയിൽ എത്തിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അത് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്ന് ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്വാഭാവികമായി എത്തിയതാണ് എന്ന് ചിന്തിക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾ ഓരോ ഘടകങ്ങളിലേക്ക് പ്രേരിപ്പിച്ച ആളുകളുണ്ടോ. എല്ലാവർക്കും ഒരു പൊസിഷനിലെത്തുമ്പോൾ അവരെ പ്രേരിപ്പിച്ച ആളുകളുണ്ടോ. അതിൽ നമ്മൾ പിതാവൊക്കെ അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, ഭാര്യ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളും നെഗറ്റീവായിട്ടുള്ള വിശേഷങ്ങളുമാണുള്ളത്. അതിൻ്റെ ഇടയിൽ എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതിന് മുന്നിട്ടിറങ്ങാനും കഴിയുന്നു? നെഗറ്റീവ്സുകൾ ആളുകളിലുണ്ടാവും. ഇപ്പോൾ ഒരു ആളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അയാളുടെ 10 പോസിറ്റീവ് അയാൾക്ക് ഉണ്ടെങ്കിൽ 3 or 4 നെഗറ്റീവ് ആയിരിക്കും ഒരുപക്ഷെ അയാൾക്ക് ഉണ്ടാവുക. പക്ഷേ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ നെഗറ്റീവ്സിനായിരിക്കും. പക്ഷെ അത് പറഞ്ഞ് നടക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരു ഹരം തോന്നാറുള്ളത്. പക്ഷെ ആളുകളെ ശരിക്കും നമ്മൾ പോസിറ്റീവ് എന്നെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ നെഗറ്റീവിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ കുറേ കേസുകളൊക്കെ ഈ കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചില ദമ്പതിമാർ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു പേപ്പർ കൊടുക്കാറുണ്ട്. അവർക്ക് പേപ്പർ കൊടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു 5 ഗുണങ്ങളും 5 ദോഷങ്ങളും എഴുതാൻ പറയും. ഹസ്ബൻഡിനോട് കൊടുത്തിട്ട് ഭാര്യയുടെ 5 ഗുണങ്ങളും 5 ദോഷങ്ങളും എഴുതാൻ പറയും. ഇവർ ഗുണങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എഴുതി തീർക്കും, എന്നിട്ട് ദോഷങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതോ ദോഷങ്ങൾ പെട്ടെന്ന് ദോഷങ്ങളല്ല, പോസിറ്റീവ്സുകളും ആദ്യം എഴുതി തീർക്കും, എന്നിട്ട് പിന്നെ നെഗറ്റീവ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ടാവാം, പക്ഷെ അത് നെഗറ്റീവ്സ് തന്നെയാണോ, അത് വേണ്ടല്ലോ, അതിനേക്കാൾ നല്ലത് ഈ പോസിറ്റീവ് അല്ലേ എന്ന് ഉള്ളിൽ പറയുന്നത് കൊണ്ടാണ് ചിന്തിച്ചിരിക്കുന്നത്. എന്നിട്ടോ നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം കൊടുത്താലും നെഗറ്റീവ്സ് വളരെ 1 or 2 മാത്രം എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ദി എൻഡ്. അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ, ഇനിയില്ല ഇതാ, പിന്നെന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, പിന്നെ അങ്ങോട്ട് ചിരിക്കുക ചെയ്യുക, അങ്ങനെ രണ്ടുപേരും എണീറ്റ് പോകുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങൾ പറയുക, തെറ്റുകൾ കണ്ടെത്തുക. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വെളുത്ത ഒരു വസ്ത്രത്തിൽ ഒരു കറുത്ത പുള്ളിയുണ്ടെങ്കിൽ അതിൽ മാത്രം ഒരു മനുഷ്യൻ ഫോക്കസ് ചെയ്താലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് തിങ്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല വേണ്ടത്. നമ്മളിങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ്സിനെ ഇല്ലാതാക്കിയിട്ട് ഒരു പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ തന്നെ ആളുകൾ കൂടുതലും നമ്മളെ ഇഷ്ടപ്പെടാറുള്ളത് നിങ്ങൾ ആ കാര്യം പറഞ്ഞ പോസിറ്റീവ് വല്ലാത്തൊരു തിങ്കിങ് ആയി എന്ന് പറയാറുണ്ട്. ഇഷ്ടംപോലെ കഥകളും നമ്മളതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. എനിക്കതിൽ ഏറ്റവും നല്ല സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു കഥ. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് ഒരു ബൾബ് കണ്ടെത്തുകയും ആ ബൾബ് നാളെ കത്തിക്കാൻ പോവുകയാണെന്നും ആ പ്രകാശം കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജനാവലി തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം
ബൾബ് പിടിക്കാൻ ഒരാളെ കയ്യിൽ കൊടുത്ത് ബൾബ് കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് വന്നപ്പോഴേക്ക് ബൾബ് പിടിക്കാൻ കൊടുത്തവൻ്റെ കയ്യിൽ നിന്ന് ബൾബ് ചാടി പൊട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇയാളാകെ എന്താ പറയുക, അയാൾക്ക് വല്ലാത്ത പേടി വന്നുപോയി. കാരണം ഇത്രയും ആളുകളുടെ മുന്നിൽ ഞാൻ ഈ ഒരു വലിയ ശാസ്ത്രജ്ഞനെ ആകെ അപമാനിച്ചല്ലോ എന്ന ചിന്തയാണ്. തോമസ് ആൽവ എഡിസൺ വളരെ കൂളായിട്ട് ജനങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം, എല്ലാവരും ഇന്ന് പിരിഞ്ഞു പോകണം, 24 മണിക്കൂർ സമയം കൊണ്ട് ബൾബ് ഞാൻ ഉണ്ടാക്കും, അഥവാ നാളെ ബൾബ് ഉണ്ടാക്കും, മറ്റന്നാൾ നിങ്ങൾക്ക് വരാം, മറ്റന്നാൾ ബൾബ് കത്തും, പ്രകാശിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം അദ്ദേഹം, 3-ാമത്തെ ദിവസം അദ്ദേഹം ബൾബൊക്കെ റെഡിയാക്കി വന്ന് അദ്ദേഹം ഇങ്ങനെ ബൾബ് ആരെ കയ്യിലാണ് പിടിക്കാൻ കൊടുക്കുക എന്നിങ്ങനെ നോക്കുമ്പോൾ പലരും കൈ പൊക്കുന്നുണ്ട്. കാരണം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയാണല്ലോ. പക്ഷെ അദ്ദേഹം അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ 2 ദിവസം മുമ്പ് ബൾബ് കയ്യിൽ നിന്ന് ചാടി പൊട്ടിയ മനുഷ്യൻ ഒരു ഭാഗത്ത് തല കുനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തോമസ് ആൽവ എഡിസൺ അയാളെ തന്നെ വിളിച്ചിട്ട് ഈ ബൾബ് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. എന്നിട്ട് ബൾബ് കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ബൾബ് കത്തി, പ്രകാശം കണ്ട് എല്ലാവരും സന്തോഷത്തോട് പിരിഞ്ഞു പോയപ്പോൾ ഒരാൾ തോമസ് ആൽവ എഡിസണോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? 2 ദിവസം മുമ്പ് ബൾബ് പൊട്ടിച്ചൊരാളുടെ കയ്യിൽ തന്നെ ഇത് കൊടുക്കാൻ കാരണം എന്താണ്? ഇന്നും ബൾബ് കൊടുക്കാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ബൾബ് താഴെ വീണ് പൊട്ടിയാൽ 24 മണിക്കൂർ കൊണ്ട് വീണ്ടും ബൾബ് ഉണ്ടാക്കാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ 24 കൊല്ലം നമ്മൾ വർക്ക് ചെയ്താലും അത് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നതാണ്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിജയം. താങ്കൾ മറ്റ് മത സൗഹാർദ്ദ വേദികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുവെ ആളുകൾ വളരെ ധ്രുവീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണത് കൊണ്ടു നടക്കുന്നത്? അത്തരത്തിലുള്ള രസകരമായ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാമോ? അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്, നമ്മൾ അധ്യാപകരാകുന്നത് വരെ നല്ലോണം വായിക്കും, നല്ലോണം പഠിക്കും. അധ്യാപകരായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പഠിക്കില്ല എന്ന് പറയും. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആൾ എന്നോട് ചോദിച്ചു, നിങ്ങളൊരു അധ്യാപകനാണോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അധ്യാപകനാണായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കിൽ ഭയങ്കര പാടാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു. കാരണം അധ്യാപകർക്ക് പഠിപ്പിക്കാനേ കഴിയുള്ളൂ, പഠിക്കാൻ കഴിയില്ല. വായനയിൽ ഞങ്ങൾ പിന്നില്ല എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറേ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് വായിക്കാനും പഠിക്കാനുള്ള പ്രേരണയാണ് ഞാൻ പൊതുവെ അങ്ങനെയുള്ള ആളുകളുടെ നൽകാറുള്ളത്. എൻ്റെ ഒരിക്കൽ ഒരു രാമായണ മാസക്കാലത്ത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, രാമായണ മാസക്കാലമാണല്ലോ, നിങ്ങൾ രാമായണം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും വായിച്ചാൽ പറ്റില്ല, പിന്നെ മനസ്സിൽ കയറില്ല, നല്ല കടുകട്ടിയുള്ള സംസ്കൃതമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു, അങ്ങനെ തന്നെയാണോ, ഇയാൾ പറഞ്ഞത് ശരിയാണോ? അപ്പം നോക്കുമ്പോൾ രാമായണം യഥാർത്ഥത്തിൽ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും. ഞാനത് വാങ്ങി, കാശ് കൊടുത്ത് വാങ്ങി, ഞാൻ ആ സുഹൃത്തിന് കൊടുത്തു, നീ ഇത് വായിക്കണം എന്ന് പറഞ്ഞാൽ അയാൾ വായിച്ചു. അതോടുകൂടി തന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായി. അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിത്തരാൻ കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞു രാമായണം ഭയങ്കര കട്ടിയാണ്, വായിക്കാൻ കഴിയില്ല, അപ്പോൾ അതിൻ്റെ പരിഭാഷ കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചുകൂടെ? വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എല്ലാ ബൈബിളൊക്കെ വായിക്കാറുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, മഹാഭാരതം വായിക്കാറുണ്ട്. ചിലതൊക്കെ നമ്മൾ വിഷയാധിഷ്ഠിതമായി പഠിക്കുമ്പോൾ അങ്ങനെയുള്ള സെർച്ചിങ് നടത്താറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാൻ മാസം. അപ്പോൾ റമദാൻ മാസമായ സമയത്ത് ആ അധ്യാപകൻ എന്നോട് ചോദിച്ചു, ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാൻ, അപ്പോൾ നിങ്ങൾ ഖുർആൻ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ നേരത്തെ ചോദിച്ചതിന് റിബലായൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞാനത് ടഫാണ്, അറബിയാണ്, എനിക്ക് വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിത്തരുമെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡി ആയിട്ടാണ് ഞാനത് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, പരിഭാഷകളൊക്കെ ഉണ്ട്, ഞാൻ വായിക്കാറുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എങ്ങോട്ടോ യാത്ര പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷമായി. ഞാനും അദ്ദേഹം മറ്റു മത ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഈ വായനയിലൂടെയാണ് ശരിക്കും സൗഹൃദം പുലർത്താറുള്ളത്. മാത്രമല്ല ഈ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളൊക്കെ ആളുകളിൽ ഉണ്ടാവാറുണ്ട്, അത് ശരിയാണ്, നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ മനുഷ്യൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. ഒരു കാര്യം അറിഞ്ഞാൽ ശത്രുത മാറും എന്നുള്ളതാണ്. എത്രത്തോളം ഗാന്ധിജി ഒരിക്കൽ ഹിറ്റ്ലർക്ക് എഴുതിയൊരു കത്തുണ്ട്. ഗാന്ധിജി കത്ത് എഴുതുന്നത്, സുഹൃത്തെ എന്ന് വിളിക്കാൻ
താങ്കളെ സുഹൃത്തെ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ താങ്കളുടെ വഴി ഹിംസയുടേതും എൻ്റെ വഴി അഹിംസയുടേതുമാണ്. എന്നാലും ഞാൻ താങ്കളെ സുഹൃത്തെ എന്ന് വിളിക്കുകയാണ്. കാരണം സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ സൗഹൃദം വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കുറേ കോഴ്സുകളും കുറേ മഹാന്മാരെ വചനങ്ങളും ഈ വായനയിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെയാണല്ലോ എൻ്റെയും ദൗത്യം. അങ്ങനെ ഞാൻ കിട്ടാവുന്ന എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിക്കാറുണ്ട്, ചേർത്ത് പിടിക്കാറുണ്ട്. അവരുടെ സൗഹൃദങ്ങൾ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരൊക്കെ ഒരു മാലയിട്ട് ശബരിമലയ്ക്ക് പോണ സമയത്ത് നമ്മളെ ഹജ്ജിന് യാത്രയപ്പ് കൊടുക്കുന്നത് പോലെ അവരെ വീട്ടിൽ പോയിട്ട് യാത്ര അയക്കാറുണ്ട്. കാരണം ആ സൗഹൃദങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം. സൗഹൃദം വളരെ പ്രധാനമാണ്. പിന്നെ വിമർശനങ്ങൾ ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. റൂസോയുടെ ഒരു വാക്കുണ്ട്, എന്നെ വിമർശിക്കുന്നവന് വിമർശിക്കാനുള്ള അധികാരം ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഏതൊരു കാലഘട്ടത്തിലും പറയാവുന്ന വാല്യൂസാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കാലഘട്ടത്തെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തും, പക്ഷെ വാല്യൂസുകൾക്കൊന്നും മാറ്റല്ല. വാല്യൂസുകൾ പിടിക്കുക എന്നുള്ളിടത്താണ് നമ്മളെ വിജയം. അവിടെ സൗഹൃദവും അന്തരീക്ഷം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. താങ്കൾക്ക് സുഹൃത്തുക്കളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. എങ്ങനെയാണ് ഇത്ര നല്ല ബന്ധങ്ങൾ ആളുകളുമായി കീപ്പ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നത്? അത് ഞാൻ ചെയ്യാറുള്ളത്, എന്നോടൊരാൾ ചിരിച്ചാൽ, എന്നോടൊരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ അയാളുടെ വീട്ടിലൊരു അംഗമാകാൻ ശ്രമിക്കാറാണുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു നല്ല ബന്ധം പരിചയമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലൊരു അംഗമായിട്ട് ഞാൻ മാറുകയാണ്. മാത്രമല്ല സ്വാഭാവികമായിട്ടും നിങ്ങളെ കുടുംബങ്ങളെല്ലാം വിളിക്കുന്ന ഫംഗ്ഷന് നിങ്ങൾ എന്നെ വിളിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളും പിന്നെ ആരായി? എൻ്റെ ഫ്രണ്ട്സായി. ഇങ്ങനെ ആണ് ശരിക്കും സൗഹൃദങ്ങൾ ഉണ്ടാവാറുള്ളത്. ഏതൊരു വീട്ടിൽ ചെന്നാലും അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ എൻ്റെ ടീച്ചിങ് മേഖലയിലാണ് എനിക്ക് കൂടുതൽ സൗഹൃദങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു PTA മീറ്റിങ്ങിന് വരുന്ന ഒരു രക്ഷിതാവ് PTA മീറ്റിംഗ് കഴിഞ്ഞാലും പെട്ടെന്ന് പോവില്ല. അവർ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാനൊന്നും അങ്ങോട്ട് പറയാറില്ല, എല്ലാം കേട്ടിരിക്കും. അപ്പോൾ അവർ നമ്മുടെ നമ്പർ വാങ്ങും, നമ്മളിതിനെല്ലാം കോൺടാക്റ്റ് ചെയ്യും. ആ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, +1 അവൻ ഏതാ ചേരാൻ നല്ലത്, എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. ഇവൻ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവൻ്റെ വിവാഹം വരെ ആകുമ്പോൾ നമ്മോട് പറയും ഇങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ബന്ധം എന്നിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വിവാഹക്കാരിയോ അല്ലെങ്കിൽ തുടർ പഠനമൊക്കെ വരുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മൂപ്പർക്കൊന്ന് വിളിച്ച് നോക്കിയാൽ അപ്പോൾ അങ്ങനെ കുറേ കോണ്ടാക്ട്സുകളുണ്ട്. അങ്ങനെ നമുക്ക് കുറേ കോണ്ടാക്ട്സുകളുണ്ട്. പിന്നെ അത് നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ നടത്താറുണ്ട്. അപ്പോൾ ഒരു 2000 ചില ആളുകളൊക്കെ ഉള്ള ഗ്രൂപ്പാണ് ഉള്ളത്. ആളുകളൊക്കെ ഇടയ്ക്ക് ഞാനത് അഡ്മിനുള്ളിയാണ് ആക്കാറുള്ളത്, പക്ഷേ ഇടയ്ക്കൊന്ന് തുറന്നിടും. ആ തുറന്നിടുമ്പോൾ നമ്മൾ ഈ കുറേ നേരം ഓഫ് ചെയ്തിട്ട് വാട്സപ്പ് തുറന്നാൽ വരുന്നത് പോലെ, ഫ്ലഡ് ഗേറ്റ്, എന്താ പറയുക, റെയിൽവേ ഗേറ്റ് തുറന്നതുപോലെ ഒന്നിച്ചങ്ങോട്ട് വരും. അത് ആകെ 6 മണിക്കൂർ 7 മണിക്കൂർ മാത്രം കൊണ്ട് വിടുക, പക്ഷെ അപ്പോഴേക്കും ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവും. അത് ഒരു ടെസ്റ്റും കൂടിയാണ്. കാരണം നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കാറുണ്ടോ, അത് വെറുതെ ലൈക്ക് ഇടുകയാണോ എന്നൊരു ടെസ്റ്റും കൂടിയാണ്. കാരണം ഇതൊക്കെ നിലനിർത്തി പോകണോ, അത് ഞാൻ വെറുതെ ഇങ്ങനെ കൊണ്ട് നടക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കണ്ടെത്താറുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരാളൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഫോണിൽ വേണമെങ്കിൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. പോവേണ്ട കേസുകൾ നേരിട്ട് പോകാറുണ്ട്. നമ്മുടെ അടുത്തൊക്കെ കുറച്ച് സമയമുള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട സമയത്തിൽ നിന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണ് ആ ബാലൻസ് കീപ്പ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവർക്ക് ആവശ്യമുള്ള സമയം ഞാൻ കൊടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് ഞാൻ സമയം കൊടുക്കുന്നത് എന്നുള്ള ബാലൻസ്, അതോ അവർ പരിഭവം പറയാറാണോ, ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല, നാട്ടുകാരുടെ കാര്യത്തിൽ മാത്രം നടക്കുകയാണെന്ന്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം വീട്ടിലെല്ലാ കാര്യങ്ങളും ഞങ്ങളൊരു മാസം കൂടുമ്പോൾ ഒന്നിരിക്കും. ഞാനും വൈഫും കുട്ടികളും എല്ലാവരും ഒന്നിച്ചിരിക്കും. കാര്യങ്ങളെല്ലാം കൂടി ആലോചിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ വൈഫ് തന്നെ ചെയ്ത് തീർക്കും. മക്കളായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അവർ ചെറിയ മക്കളാണെന്ന് പറഞ്ഞാൽ അവരെ നിസ്സാരന്മാരായി കാണില്ല, എല്ലാ വർക്കും അവരെ ഏൽപ്പിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാളൊരു ഇഷ്യൂ വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ഞാൻ ആദ്യം എൻ്റെ വൈഫിനോടാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അയാൾക്കൊരു വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ട്, അയാൾ ഒരു പക്ഷേ അഡ്മിറ്റ് ആവാൻ പോകണം, ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല കട്ട സപ്പോർട്ട് എൻ്റെ വൈഫ് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷയമല്ല.
ശരി. അഥവാ ഇനി ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് പറഞ്ഞാൽ തന്നെ അത് തിരുത്താൻ നമ്മളെ നാവിനേക്കാൾ നല്ലത് വൈഫിൻ്റെ നാവാകുമ്പം കുറച്ചും കൂടെ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത്. പിന്നെ ഒരാളെ കാണണം തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എത്രയാണെങ്കിലും ഇപ്പോഴും എനിക്ക് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാണെങ്കിലും ഇപ്പോഴും നാട്ടിലേക്ക് പോകാറുണ്ട്. പോകുമ്പോൾ ഒരു 1 ഡേ ട്രിപ്പായിട്ട് അങ്ങോട്ട് പോയിട്ട് എല്ലാവരെയും കണ്ട് അങ്ങോട്ട് പോരാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിൽ നിന്ന് ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഭവം പറയാനുണ്ടോ? തീർച്ചയായിട്ടും കുറേ സംഭവങ്ങൾ പറയണം. അതിൽ തന്നെ വല്ലാതെ ജെർക്ക് ചെയ്തൊരു കാര്യം മാത്രമേ ഞാൻ പറയാം. എൻ്റെ ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കഴിയാണ്, MES മെഡിക്കൽ കോളേജിൽ. ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ കയ്യിൽ ഉമ്മയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാശിന് വേണ്ടി ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ സമയത്ത് എൻ്റെ നാട്ടിൽ കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമുസ്ലിമായൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മാഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം, നോമ്പൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഫണ്ട് വരികയാണെങ്കിൽ എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ തീർച്ചയായിട്ടും ഫണ്ട് വരിക നിങ്ങളെ സഹായിക്കും, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ പെരിന്തൽമണ്ണക്ക് ബസ് കയറാൻ നേരത്ത് മൂപ്പരാണ്ട് ബസ് കയറുമ്പോൾ മൂപ്പരിൻ്റെ അടുത്ത് വരും. അപ്പോൾ മൂപ്പർക്ക് എന്തോ പറയേണ്ടത് മനസ്സിലായി. അങ്ങനെ 2-3 തവണ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്താണ് ശരിക്കും നിങ്ങളെ പ്രശ്നം പറയുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തേപ്പ് പണിക്ക് പോകുന്ന ആളായിരുന്നു, വീണിട്ട് എൻ്റെ കൈ ആകെ പ്രശ്നമാണ്, 4 മാസമായി ഞാൻ വാടക കൊടുത്തിട്ട്, എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിലോ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ 1 മാസത്തേക്ക് സാധനം വാങ്ങാറുള്ള ആളായിരുന്നു, ഷോപ്പിൽ നിന്ന്, കടയിൽ നിന്നൊക്കെ ഒന്നിച്ച് സാധനം വാങ്ങും. അപ്പോൾ ഞാൻ ആ കടയിൽ പോയിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, വീട്ടിൽ പിന്നെ നിത്യജീവിതത്തിന് ചിലവിനുള്ള ആഹാര പദാർത്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയും കൂടെ അത് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് അവർക്ക് ഒന്നുമില്ല. അങ്ങനെ ഒരു 10 കിലോ അരിയും കുറച്ച് വ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ല, കാരണം ഇയാൾക്ക് എടുത്തുകൊണ്ടാൻ കഴിയില്ല. ഞാൻ തന്നെ എടുത്ത്, അവനോട് കടക്കാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മിഞ്ഞാന്നല്ലേ സാധനം കൂടി, ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുന്നു. എനിക്ക് ഇഷ്ടംപോലെ വീടുകളുണ്ട് പറഞ്ഞു. അതിന് ഞാൻ ഇയാളെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി, സ്റ്റെപ്പ് കയറി ഒരു ഇടവഴിയിലൂടെ അങ്ങനെ കയറിപ്പോയി ഒരു ക്വാർട്ടേഴ്സിലെത്തിയിട്ട് ഇത് അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മോളും ഇത് വാങ്ങിയിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഈശ്വരനാണ് കേട്ടോ. ഇത് പറഞ്ഞിട്ട് ഇവർ കരയുമ്പോൾ ഞാനും വല്ലാതെ കരഞ്ഞു. സത്യത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ രക്ഷകന്മാരായി നമ്മൾ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവിൽ നമുക്ക് വിശ്വാസമുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ എന്നതാണ്. ഇത് എന്നെ പ്രേരിപ്പിച്ചൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഇങ്ങനൊരു കാര്യം ഒരാൾ നമ്മോട് പറയണമെങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ, എത്രയോ ആളുകൾ നാട്ടിലാണ് എന്നോട് മാത്രം പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഹങ്കാരം പറയല്ല, പക്ഷെ എന്നോട് തന്നെ ഇത് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്, ചരിത്രത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വിഷയത്തിൽ പറയുമ്പോൾ. സൈനുൽ ആബിദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഖലീഫ അലിയുടെ പേരക്കുട്ടിയായിട്ട് വരും ചരിത്രത്തിൽ. ഈ കുട്ടിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇയാളൊരു രാത്രി 10 മണിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും നോക്കും. എല്ലാ വീട്ടിലും വിളക്കണഞ്ഞു എന്ന് കണ്ടാൽ ഇദ്ദേഹം കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന കോളനിയിലേക്ക് ഏറ്റി കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം ആ കോളനിയിലെ ആളുകളെല്ലാം പട്ടിണിയിലായി. കാരണം എന്താ പറയുക, ഇദ്ദേഹം മരിച്ചു എന്ന് മാത്രമല്ല, പിന്നെ ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പുറത്ത് തയമ്പ് കണ്ടു, കഴുത്തിലൂടെ തയമ്പ് കണ്ടു. അപ്പോൾ ആരെ ചോദിച്ചു, ഇതെന്താണ്? അതൊക്കെ ഒരു പുണ്യത്തിൻ്റെ തയമ്പാണ്, നമ്മളതൊന്നും പറയണ്ട, ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് താല്പര്യമില്ലായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, ആർക്കും അയാൾക്ക് താല്പര്യമില്ല. ഒരു കാര്യം നമ്മളയാൾ കൊടുക്കുമ്പോൾ അറിയണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ, പരബ്രഹ്മത്തിൻ്റെ പ്രീതിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യേണ്ടത് പഠിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഇങ്ങനെ അദ്ദേഹത്തെ പിന്നെ കുളിപ്പിച്ച് കഫനൊക്കെ ചെയ്ത് മയ്യത്ത് കട്ടിലേക്ക് കിടത്തിയിട്ട് അദ്ദേഹത്തെ പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ആ സമയത്ത് ആ കോളനിയിൽ വന്ന മുഴുവൻ ആളുകളും ആകാശത്തെ കൈയുയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഞങ്ങളെ രക്ഷിതാവിനെ നീ കൊണ്ടുപോയല്ലോ നാഥാ, ഞങ്ങളുടെ രക്ഷിതാവിനെ നീ കൊണ്ടുപോയല്ലോ നാഥാ. അതിൽ നിന്നാണ് ജനസേവന കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രചോദനം നമുക്കായത്. അവരുടെ പ്രാർത്ഥന കിട്ടുന്ന പാഠം എന്താണെന്നറിയും, നമ്മുടെ രക്ഷിതാവ്, സൃഷ്ടാവ് ഒരു പടച്ചതമ്പുരാൻ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ രക്ഷകന്മാരായി മാറുമ്പോഴാണ് ഈ ആദർശം യഥാർത്ഥത്തിൽ പച്ചപ്പുള്ളതും കാമ്പുള്ളതായി മാറുകയുള്ളൂ എന്നതാണ് അതിന് കിട്ടുന്നത്.
ഇങ്ങനെ കുറേ അനുഭവം എനിക്കുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട മനസ്സിൽ ചെറുക്കിയതൊരു കാര്യം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഈ കുറച്ച് ചോദ്യങ്ങൾക്കിടയിൽ തന്നെ താങ്കൾ ഒന്നിലധികം കഥകൾ പറഞ്ഞു. ഈ കഥകൾ, രസകരമായിട്ടുള്ള കഥകൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതാണോ നിങ്ങൾ ആളുകളുമായി ഉള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണോ നിങ്ങൾക്ക് ഈ കഥകൾ? കഥകൾ ചെറുപ്പം മുതൽ തന്നെ കഥകൾ ഇഷ്ടമായിരുന്നു. കഥകൾ ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ഉപ്പ മരിച്ചുപോയി. പക്ഷെ ഉപ്പ ധാരാളം കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഉപ്പാൻ്റെ കഥകളിലൊക്കെ കുറേ ചിരിക്കാനുണ്ടാവും, ചിന്തിക്കാനുണ്ടാവും. ചിലതൊക്കെ നമ്മളെ വല്ലാതെ കരയിപ്പിക്കുകയും ചെയ്യും. അപ്പം ഈ കഥകൾ ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും പിന്നെ നമ്മുടെ ഈസോപ്പ് കഥകൾ, ജൂഹ കഥകൾ, എല്ലാ കഥകളും വായിക്കും. ചെറുപ്പത്തിൽ നമ്മൾ കഥകൾ വായിക്കുന്നത് കേവലം ഒരു ടൈം പാസ്സായിരുന്നു. പിന്നെ നമ്മൾക്ക് ഒരു മൈക്ക് കിട്ടാനും കാര്യങ്ങൾ പറയാനും തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഈ ഒരു കഥ ഇവിടെ പറയാലോ. അപ്പോൾ ആ ചില കഥകൾ പറയുമ്പോൾ അത് വളരെ ആപ്റ്റാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ കഥ ഒരു സൂപ്പറായിട്ടൊന്നും. അപ്പോൾ കഥ സൂപ്പറായി നാലാൾ പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത പരിപാടി സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കഥ പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് കഥയിൽ പോകാറുള്ളത്. ഇങ്ങനെ ഓരോ കാര്യവും അങ്ങനെ തന്നെ. ഒരു കഥയും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് പറയാം. ഒരിക്കലും ഈ അവിഹിതമായ മാർഗേണ സമ്പാദിക്കാൻ പഠിച്ച ഒരാൾക്ക് പെട്ടെന്നൊന്നും അത് നിർത്താൻ കഴിയില്ല എന്നതിൻ്റെ ഒരു കഥ ഉണ്ട്. കഥ എന്താണെന്ന് വെച്ചാൽ, രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന മന്ത്രി സന്ദർശകരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്, കാലങ്ങളായി കൈക്കൂലി വാങ്ങുന്നു എന്നത് പിന്നെ രാജാവ് കണ്ടെത്തി. അപ്പോൾ രാജാവ് ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. കൊടുത്ത ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കടപ്പുറത്ത് പോവുക, തിര എണ്ണുക എന്നായിരുന്നു. തിരമാല എണ്ണുക. അങ്ങനെ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ രാജാവ് കടപ്പുറം ഭാഗത്തൂടെ പോയപ്പോൾ രാജാവിന് തോന്നി, മന്ത്രി ഒന്ന് കാണാം, മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ സംഭവിക്കും, അയാളെ തിരിച്ചു വീണ്ടും ജോലിയിൽ എടുക്കാം എന്ന് വിചാരിച്ച് ഒരു ദൂതനെ പറഞ്ഞയച്ചു. അപ്പോൾ ദൂതനെ പറഞ്ഞയച്ചപ്പോൾ ദൂതന് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. അങ്ങനെ മന്ത്രി കടപ്പുറത്തുനിന്ന് തിര എണ്ണുന്നത് നിർത്തിയിട്ട് രാജാവിനെ പോയി കണ്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, നാളെ മുതൽ നിനക്ക് കൊട്ടാരത്തിൽ വരാം, പഴയ ജോലി തന്നെ തുടരാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, ശമ്പളം കുറച്ച് കൂടുതൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ആകെ അത്ഭുതപ്പെട്ടു പോയി. രാജാവ് ചോദിച്ചു, അതെന്താ നിങ്ങൾ അങ്ങനെ പറയാമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ഇവിടെ തന്നെ മതി, എൻ്റെ വരുമാനമൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു, എന്താ വരുമാനം? അപ്പോൾ അദ്ദേഹം പറഞ്ഞതേ, ഓരോരുത്തരും വഞ്ചിയുമായിട്ട് വരും, വോട്ടിറക്കാൻ വഞ്ചി ഇറക്കാനൊക്കെ വരും. ആ സമയത്ത് ഞാൻ പറയും, ഇത് രാജകൽപ്പനയാണ്, ഞാൻ നടപ്പാക്കണം. തിര എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന് തടസ്സമാണ് നിങ്ങളുടെ ഈ വരവ്. അപ്പൊ അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് നമുക്ക് പറയുമ്പോ ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, പക്ഷെ എവിടേക്കും അത് ഫിറ്റാക്കാനും പറ്റും. അപ്പൊ ഇതാണ് കഥകളുടെ ഒരു രസം. അത് പക്ഷെ അത് നല്ലൊരു വെക്കേണ്ടടുത്ത് വെച്ച് കൊടുത്താൽ നല്ല വിജയമായിരിക്കും, കേൾക്കുന്നവരിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ ലോകം ഒരുപാട് മാറി. നമ്മളൊക്കെ ജീവിച്ചിരുന്ന സമയത്തേക്കാൾ ഇന്നത്തെ കുട്ടികളുടെ ലോകം ഒരുപാട് മാറി. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലൂടെ കടന്നു പോയാൽ കുട്ടികൾ വരുന്ന ലോകത്തിന് പ്രാപ്തരാകുമെന്നതിന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അതിൽ എന്ത് മാറ്റങ്ങൾ വരണമെന്നാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുന്നത്? ഓക്കെ, ഇത് ഒരു വലിയ ചോദ്യമാണ്. പെട്ടെന്നൊന്നും ആൻസർ പറയാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ എന്നാലും കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ച എന്നതിലാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് പത്രത്തിലുണ്ട്, പരീക്ഷ ഒന്നും കൂടെ കടുപ്പിക്കണം. പരീക്ഷാ സമ്പ്രദായം യഥാർത്ഥത്തിൽ നടക്കുന്നത് ബൈഹാർട്ടാക്കാൻ കഴിവുള്ള കുട്ടികൾക്ക്, വളരെ ശരിയാണ്, ബൈഹാർട്ടാക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് കൂടുതൽ, അതും കൃത്യമായി എഴുതാനും കൂടി കഴിയുന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഒരു സ്റ്റേറ്റിൽ, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എത്ര ഉണ്ട് എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് മാത്രമാണ്. തീർച്ചയായിട്ടും. സത്യത്തിൽ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത് ചോദ്യപേപ്പറും കൊടുത്ത് കുട്ടി അത് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്തി വരികയാണെങ്കിൽ ആ ഒരു സിസ്റ്റമാണ് ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടം. അവിടേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലോകം മാറേണ്ടി വരും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഇന്നത്തേത് പരീക്ഷ എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു പരീക്ഷണമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ലോഡ് സിലബസുകളാണ്. ഒരുപക്ഷെ സിലബസിൽ കുറവ് വരുത്തിയിട്ട് അതിൻ്റെ എന്താ പറയുക ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ക്വാളിറ്റി ഉള്ള പിന്നെ കുട്ടികളെ വാർത്തെടുക്കുന്നിടത്ത് ആണ് സത്യത്തിൽ വിദ്യാഭ്യാസം രീതി വിജയിക്കേണ്ടതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം കുട്ടികൾ കുറേ അറിവ് നേടുന്നതിലപ്പുറം കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ വാല്യൂസ് കുട്ടികളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാല്യൂസ് കൊടുക്കുന്നിടത്ത് വാല്യൂസ് കൂടുതൽ കൊടുക്കുന്നുവെങ്കിൽ
പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി അറിവിൽ കുറച്ച് കുറവ് വന്നാലും തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടെങ്കിൽ ബാക്കി കുട്ടികൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, തീർച്ചയായും നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ വലിയ കുട്ടികളാകുമ്പോഴാണ് എന്താ ഇതാണില്ലേ അത്, അതാണില്ലേ ഇത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു വലുപ്പത്തിലാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് 60 വയസ്സ് 50 വയസ്സ് 40 വയസ്സ് ആകുമ്പോൾ കിട്ടേണ്ട ഒരു അറിവ് ഇന്ന് തന്നെ കൊടുക്കുകയാണ്. അതോടുകൂടി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓവറാണ്. തീർച്ചയായും നമുക്കൊരു 10 മണിക്ക് ഒരാൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ചായയും കടിയും മാത്രമാണ്. ഉച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ചോറ് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ 10 മണിക്ക് തന്നെ വരുമ്പം ചോറ് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു രീതി മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ വാല്യൂസ് ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല കുറേ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസ സമിതിയോ വിദ്യാഭ്യാസ മന്ത്രിയോ സർക്കാരോ ഒക്കെ കൃത്യമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ കുറേ കാര്യം നടക്കും. ഇപ്പം ഇന്ത്യയുടെ ഭാവി വിദ്യാലയങ്ങളിലാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞതാണ്. അതൊരു കേവല വാക്കല്ലല്ലോ. അല്ല, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യ സമ്പത്ത് തന്നെയാണ്. അത് വലിയൊരു കാര്യമുണ്ട്. ആ വിദ്യാലയത്തിൽ ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി രാജ്യസ്നേഹിയും രാജ്യത്തിൻ്റെ കാവൽക്കാരനും രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു അറിവ് ആ കുട്ടി കൊടുക്കുന്ന ആലയമായി വിദ്യാലയം മാറണം എന്ന അർത്ഥമുണ്ട്. വിക്ടർ ഹ്യൂഗോൻ്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം ഒരു കവിയും കൂടിയാണ്, പിന്നെ നല്ലൊരു പോയറ്റാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു വിദ്യാലയം തുറന്നാൽ 2 ജയിലറകൾ പൂട്ടിയിടാം. ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കി. ഇന്നൊരു വിദ്യാലയം തുറന്നാൽ 4, 5, 50 ജയിൽ തുറക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? കുട്ടികൾക്ക് മോറൽ വാല്യൂസ് അഥവാ വാല്യൂബിളായ മൂല്യമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ തീരെ ഇല്ലാതെ, അത് വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ, ഓരോ ജനറേഷനിലും വരുന്ന കുട്ടികളെ ഇപ്പം പുതുതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. 2010 മുതൽ ഇങ്ങോട്ട് ജനിച്ച് വന്ന, ഇനി ജനിക്കാതിരിക്കുന്ന 2025 വരെയുള്ള കുട്ടികളാണ് അറിയപ്പെടുക. ഈ കുട്ടികൾക്ക് കൊടുക്കുന്നിടത്തേക്ക് ആര് വളരണം? അധ്യാപകനും വളരണം, അധ്യാപകനേക്കാൾ രക്ഷിതാക്കളും വളരണം. വായനയില്ല, പഠനമില്ല, ചിന്തയില്ല, ആലോചനകൾ പോലും ഇല്ല. അതിപ്പോൾ ഒരു രക്ഷിതാവ് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം കടന്ന് വരികയാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലെ വിദ്യാഭ്യാസ രീതിയും പരീക്ഷാ രീതിയൊക്കെ മാറേണ്ടതാണ് എന്നുള്ളത്. ചില വിദേശ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ചില ആളുകളുടെ ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടിട്ടുണ്ട്. അവർ പഠനം മരിക്കോളം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ്. നമ്മൾ 10 വരെ പഠിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും എടുത്താൽ കഴിഞ്ഞു, പിന്നെ ജോബായി, പിന്നെ ഒന്നുമില്ല. അത് മാറിയിട്ട് എപ്പോഴും വായിക്കുകയും പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എന്നൊരു എന്താ പറയുക, നല്ല വിദ്യാസമ്പന്നരായ ഒരു തലമുറയായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു. പുതിയ തലമുറ വളരെ അംബീഷ്യസ് ആണ്. അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അവർ പൊതുവെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർ വലിയ താല്പര്യമെടുക്കുന്നില്ല. അവർക്ക് സൊസൈറ്റിയോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടെന്നോ രക്ഷിതാക്കളോട് എന്തെങ്കിലും ബാധ്യത ഉണ്ടെന്നോ എന്നുള്ള രീതിയിലൊന്നും അവർ കാര്യങ്ങൾ കാണുന്നില്ല. പുതുതലമുറ എങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റിയും അംബിഷനും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഒരുപക്ഷെ ശരിയിൽ നിന്നോ അല്ലെങ്കിൽ കൂടുതൽ തെറ്റിൽ നിന്നോ ഉണ്ടാകുന്ന കുറേ ചോദ്യങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളെ വായിക്കുന്നിടത്തുള്ള പരാജയം, നമ്മൾ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ. അപ്പോൾ കുട്ടികളെ ശരിക്കും വായിക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ വായിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ പഠിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കളിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് മൊബൈലിൽ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് അവരവിടെ ബാധ്യതകളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരാളെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യണമെന്നോ വേറൊരാൾക്ക് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്നതിനെ ഒന്നാം കാര്യമായിട്ട് അവർ കാണുന്നില്ല. എന്നാൽ അവരുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഒറ്റക്കെട്ടായി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് തലമൊട്ടടിക്കണം. തലമൊട്ടടിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല, വായിക്കില്ല, പഠിക്കില്ല, സ്കൂളിലും പോകില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. കാരണം നമുക്ക് എന്താണോ ആവശ്യം അതിനെതിരെ ആണല്ലോ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞു ആ ഉമ്മ അതിൽ പരാജയപ്പെട്ടു. അവസാനം കുട്ടിയെ ബോധ്യപ്പെടുന്ന കുട്ടിയോട് പറഞ്ഞു, ഉമ്മ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊന്നും നടക്കില്ല. കാരണം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുടിയാണ്. അങ്ങനെ മുടിയൊന്നും മൊട്ടടിച്ചൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ തിന്നുന്നില്ലെങ്കിൽ തിന്നണ്ട, കുടിക്കുന്നില്ലെങ്കിൽ കുടിക്കേണ്ട, നേരെ അങ്ങോട്ട് അങ്ങനെ പ്രതികരിച്ചു. ഏതായാലും ഉപ്പ വന്നു. രാത്രി ഉപ്പ വന്നപ്പം ഇവളെന്താ ഒന്നും കഴിക്കാതിരിക്കുന്ന
എന്താ ഒന്നും വായിക്കാത്ത പഠിക്കാത്ത ചോദിച്ചപ്പം അവൾക്ക് തല മുട്ടടിക്കെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ അവളെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പയെ ഏൽപ്പിച്ചു. ഉപ്പ കുട്ടിയെ വിളിച്ചിട്ട് നേരെ മുഖാമുഖം ഇരുത്തിയിട്ട് പറഞ്ഞെന്താ അറിയോ, മോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുടിയാണ്. ഈ മുടിയൊക്കെ എടുത്ത് മുട്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി വരാതിരുന്നാൽ എന്ത് ചെയ്യും? അപ്പം ഈ കുട്ടിയുടെ ചോദ്യം എന്താ അറിയോ, എന്തിനാണ് ഉപ്പച്ചി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണത്? നിങ്ങൾ 6 മാസം മുമ്പ് ഉംറക്ക് പോയപ്പോൾ നിങ്ങൾ തല മുട്ടടിച്ചല്ലേ, അപ്പോൾ നിങ്ങൾ തല്ല് മുടി വന്നിട്ടില്ലേ? അപ്പം എൻ്റെ മാത്രം മുട്ടടിച്ചാൽ മുടി വരില്ല നിങ്ങൾ എങ്ങനെ പറയാം? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ആ രക്ഷിതാവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? ഈ കുട്ടി അത് ക്രോസ് ചെയ്തോട് കൂടിയിട്ട് ആ രക്ഷിതാവ് പറഞ്ഞ കളവാന്ന് ഒന്നും കൂടി സമൂഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ ആ കുട്ടിയുടെ താല്പര്യം എന്താന്നുള്ളത് ഉള്ളിൽ നമുക്കറിയില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് ആ ഉപ്പ സമ്മതിച്ചു, കുട്ടി മുട്ടയടിച്ചോട്ടെ എന്ന് വെച്ചു. തല മുട്ടയടിച്ച് രാത്രി കൊണ്ടേ തല മുട്ടയടിച്ച് കുട്ടി നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വായിക്കാനുള്ള വായിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് രാവിലെ എന്നും എഴുന്നേൽക്കുന്നേക്കാൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ഉപ്പ പറഞ്ഞു, ഞാൻ ഏതായാലും അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട്, നീ കയറിക്കോ, നിന്നെ സ്കൂൾ കൊണ്ടാക്കി തരാം. അങ്ങനെ ഉപ്പ ഈ കുട്ടിയും കയറ്റിയിട്ട് പോവാണ്. അങ്ങനെ സ്കൂളിൽ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പം വേറൊരു കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ഇയാൾ കൈ കൊടുത്തിട്ട് പറയാണ്, നമസ്കാരം. അയാൾ അങ്ങോട്ടും നമസ്കാരം. നിങ്ങളുടെ കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പം എന്താ കാരണം? എൻ്റെ കുട്ടിക്ക് തലയ്ക്ക് ട്യൂമർ ബാധിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ റേഡിയേഷനൊക്കെ നടത്തിയിട്ട് ഈ കുട്ടീൻ്റെ തലമുടി എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവള് തലമുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവളെ കളിയാക്കും, പരിഹസിക്കും. അപ്പം നിങ്ങളെ മോള് പറഞ്ഞതാണ്, നീ വിഷയാക്കണ്ട, ഞാനും നാളെ തലമുട്ടടിച്ചു തരാം. നിന്നെ ആര് കളിയാക്കുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ തലയിലിട്ടെ ഷാൾ എന്ത് ചെയ്യും, ഒഴിവാക്കിയിട്ട് ഞാനും മൊട്ടത്തിയായിട്ട് നിന്റെ കൂടെ ഇരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതെ, ഇതാണ് കുട്ടികളുടെ മനസ്സ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് നടത്ത്. അപ്പൊ കുട്ടികൾ നമ്മൾ അങ്ങനെ വായിച്ചെടുത്താൽ ഒരു പ്രശ്നമില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ കുറെ കുട്ടികളില്ലേ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠിക്കൊരു വീട്, അവര് വീട്ടിൽ വന്നിട്ട് ഉപ്പ ഇങ്ങനെ വീട് പണിയുണ്ട്, സഹായിക്കണം. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ 500 രൂപ കൊടുക്കുള്ളൂ, അത്രേ കഴിയായിരിക്കുള്ളൂ. പക്ഷെ പിന്നെ അവര് ഇറങ്ങി നടക്കാണ്. ഓരോ വീടും കയറി ഇറങ്ങിയിട്ട് സഹപാഠിക്ക് ഒരു വെയിൽ കൊള്ളാത്ത വീട് അവരുണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തലമുറയിൽ കുറേ കാര്യങ്ങള് ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ഇവരെ കുറെ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ കുറേ പോസിറ്റീവ് കാണാൻ കഴിയും. ഞാനും നിങ്ങളും 12 മണി കടന്നുറങ്ങിയിട്ടുണ്ടാവും രാത്രി. പക്ഷെ 12 മണിക്ക് അങ്ങാടിയിൽ ഒരു അപകടം ഉണ്ടായാൽ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ജനറേഷൻ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നില്ലേ? അവരവിടെ ഇല്ലെങ്കിലോ മരണം സംഭവിക്കുന്ന ഉറപ്പില്ല. രാവിലെ നമ്മൾ എല്ലാവരും ഉറങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ അങ്ങാടിയിൽ എത്ര ആൾ മരിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തൊരു നന്മകൾ കാണാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ടീമിനെ കുറ്റപ്പെടുത്തി മാറ്റാൻ കഴിയില്ല. ഈ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യോ, അവർ നേരെ കൂടുതൽ റിജക്റ്റ് ആവും. പിന്നെ അങ്ങനെ നിൽക്കും, റിബലിയസ് ആയിരിക്കും, ഒക്കെ റിബൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ നന്മകൾ കാണുക എന്നതിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ കുറേ കാര്യം അവർ ചെയ്യും. ഇനി ഞാൻ ഗൾഫിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ ടൂറ് പോവാണ്, വീട്ടിലെ എല്ലാ കാര്യവും നീ നോക്കണമെന്ന് പോയി നോക്കി എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്, ഭംഗിയായി ചെയ്തിട്ടുണ്ടാവും. ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതൊക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് വരുത്തിയിട്ടുണ്ടാവും. കാരണം ചായയും കടി ഉണ്ടാക്കാറില്ലെങ്കിൽ നിനക്ക് പുറത്തുനിന്ന് വിളിച്ച് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നുകൂടായിരുന്നോ, അല്ലെങ്കിൽ പോയി കഴിച്ചുകൂടായിരുന്നുള്ള ചോദ്യം ഓൽക്കറിയാം. ആ ചോദ്യത്തിന് മുമ്പേ ഉത്തരം കണ്ടെത്തലാണ് ആ ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങുന്നത് അറിയുന്നതോട് കൂട്ടിയിട്ട് ആ കുട്ടിയെ നമ്മൾ എത്ര വാരി പുണരണം, എത്ര ചുംബിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കൗൺസിലിങ്ങൾ ഒരുപാട് പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും വിവാഹം വളരെ പ്രായമായ ആളുകൾ പോലും ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തെങ്കിലും ഒരു ദുസ്സൂചനയാണോ? നമ്മുടെ പോക്ക് ശരിയല്ല എന്നുള്ള വല്ല അടയാളവും ഇത് നൽകുന്നുണ്ട്? ഞാനെല്ലാം അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, പിന്നെ താഹിർ സാഹിബിന് കുറേ പറയാനുണ്ട്, പക്ഷെ വീട്ടിൽ ആരും കേൾക്കാനില്ല എന്നുള്ളത്. അങ്ങാടിയിൽ ചെന്നാലും കേൾക്കാനില്ല. നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എല്ലാ കൗൺസിലിംഗ് സെൻ്ററും പൂട്ടേണ്ടി വരും എന്നാണ് അതിൻ്റെ ഒരു ഉത്തരം. ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളില്ല. അപ്പം ഷെയറിങ് നടത്തണം എന്ന് കുറേ പറയാൻ കുറേ ആഗ്രഹമുണ്ട്, പക്ഷെ കേൾക്കാൻ ആരുമില്ല. അപ്പം എല്ലാവരും പരസ്പരം ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെ വരുന്നില്ല. ഇപ്പം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനല്ല, എൻ്റെ അടുത്തല്ല, എവിടെ കൗൺസിലിംഗ് വരികയാണെങ്കിലും പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇയാൾ നേരത്തെ വരുന്നില്ല, വന്നാലും മിണ്ടുന്നില്ല. ഒരാൾ പറഞ്ഞത് പരാതി,
ഇയാള് മൊബൈൽ തോണ്ടിയിട്ടാണല്ലോ വരിക. മൊബൈൽ തോണ്ടിയിട്ട് വരുമ്പോൾ ഇയാള് സ്റ്റെപ്പുമ്മേൽ തട്ടി തടഞ്ഞ് വീഴാതിരിക്കാൻ മാത്രം നോക്കുന്നു. എന്നിട്ട് വന്നതിന് ശേഷം ഇയാൾ അപ്പോഴേക്കും മൊബൈൽ ചാർജ് ചെയ്തിട്ടുണ്ടാവും. നേരെ റൂമിലേക്ക് കയറിയിട്ട് ഈ മൊബൈൽ അവിടെ കുത്തിച്ചിട്ട് മലന്നങ്ങോട്ട് കിടക്കും. ഒരു പെൺകുട്ടി ഒരു ഭർത്താവും ഭാര്യൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ കിടക്കും പറഞ്ഞു. ഇവൻ കിടക്കണം എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനറിയോ? ഇത് ചാർജ് ആകാനാണ്. ചാർജ് ആയി കഴിഞ്ഞാൽ എടുത്തിട്ട് വീണ്ടും കഴിയുമ്പോൾ തന്നെ ആയിരുന്നു. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു വർത്തമാനം പറഞ്ഞ് അടുക്കളയിലാൻ ഭാര്യയെങ്കിലും ഒന്ന് ചെന്ന് എന്താ നിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ചാർജ് ചെയ്യത്തോണ്ട് എന്ത് ചെയ്താലും മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്താണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഓർഡർ ഇല്ലായ്മ കംപ്ലീറ്റ് ഡിസോർഡർ ആയി പോകുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ. എന്നാൽ ഇങ്ങനെ കേസ് അവിടെ വന്നു സംസാരിച്ചു നോക്കുമ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലോ അത് തിരുത്താൻ വേണ്ടി ഇവിടെ ശ്രമിച്ചാലോ, നിന്നെ ഞാൻ നോക്കണില്ലേ, എനിക്ക് നിന്നോട് കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ നിനക്ക് ഡ്രസ്സ് എടുത്ത് തന്നില്ല, ഓണത്തിന് ഡ്രസ്സ് എടുത്ത് തന്നില്ല, ഞാനൊരു ടൂറിന് പോയില്ല, ഇപ്പോഴും എന്റെ ഐക്കോൺ പിക്ചർ ഞാനും നീ ഉള്ളതല്ലേ, ഇതൊക്കെയാണ് ഇവന്റെ ന്യായം. സത്യമായിരിക്കും, ഇവനൊക്കെ ചില സത്യസന്ധമായിട്ട്, പക്ഷെ അവൾക്ക് കിട്ടേണ്ട ഒരു ചിരിയോ ഒരു വർത്തമാനമോ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ ഷെയറിങ്ങും കാര്യങ്ങൾ പറയാനും കേൾക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതെനിക്ക് പൊതുവേ പറയാനുള്ളത്, ഒരു മാസത്തിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്നിട്ട് എല്ലാം പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഉഷാറായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ കൂടുതലും ഈ കൗൺസിലിങ്ങിനൊക്കെ വരാറുള്ളതേ കുറച്ച് ഒരു കാര്യം കൂടെ എൻ്റെ കൂടെ പറയാം. കുറച്ചൊക്കെ ഒരു അറിവുള്ള കുടുംബം, കുറച്ച് സാമ്പത്തികമുള്ള കുടുംബത്തിനാണ് അധികം വരിക. സാധുക്കളായ കുടുംബത്തിൽ നിന്ന് വല്ലാതെ വരാറില്ല. എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കി അറിയാം. ഇപ്പോൾ ഒരു നല്ലൊരു അടിപൊളി കാറിൽ പോവുകയാണ് ഒരു 4 അംഗ കുടുംബം. ഭർത്താവ് ഡ്രൈവിങ്ങിലാണ്, ഭാര്യ മൊബൈലിൽ ആണ്, കുട്ടികൾ മൊബൈലിലാണ്. നിങ്ങൾ അയച്ചു ഇവിടുന്ന് ഒരു പാലക്കാട് വരെ യാത്രയാണെങ്കിൽ ഒരു 3 മണിക്കൂർ എടുത്ത് പോകുമ്പോൾ ഡ്രൈവർക്ക് അതിൽ ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ അയാൾ പോറാണെങ്കിൽ അയാൾ എന്തിട്ടുണ്ടാവും, ഹെഡ്സെറ്റ് വെച്ച് അയാൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇതിന്റെ ബാക്കിൽ ഒരു ഓട്ടോറിക്ഷ ആലോചിച്ചൊക്കെ ഒരു ഓട്ടോറിക്ഷ വരികയാണ്. അതിലുള്ളത് ഭർത്താവ് ഡ്രൈവറാണ്, ബാക്കിൽ ഉമ്മി, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട്, 5 കുട്ടികളുണ്ട്. 5 കുട്ടികളെ മുമ്പ് അഡ്ജസ്റ്റ് ചെയ്യണവനെ അപ്പുറമൊക്കെ ഇരുത്തിയിട്ടാണ് ഡ്രൈവർ സീറ്റിൽ. അപ്പോൾ അവരിങ്ങനെ കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി രസമായിട്ട് ഇങ്ങനെ പോകല്ലേ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് കുടുംബത്തെ ആണെങ്കിലും മാർക്കിടുക ഓട്ടോറിക്ഷ നോക്കിയിട്ടല്ല, പക്ഷെ ആ ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ പോകുന്ന ആളുകളുടെ മനസ്സാണ്, തുറന്ന മനസ്സ്, വക്രതയില്ലാത്ത മനസ്സ്, കാപട്യമില്ലാത്ത മനസ്സ്. ഇതാണ് ശരിക്കും വേണ്ടത്. എങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കൗൺസിലിംഗ് ഓഫീസും അടക്കേണ്ടി വരും. ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് തന്നെ പറഞ്ഞത്, ഈ കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ വരാൻ വേണ്ടിയിട്ടല്ല. ഒരാളും ഈ ഉദ്ഘാടനത്തിൽ വന്ന ഒരാളും എന്ത് ചെയ്യരുത്, ഇങ്ങോട്ട് വരരുത്. അത് പറഞ്ഞോട് കൂടി കുറെ ആളുകൾ കൈയടിച്ചു. ഞാൻ കൂടുതൽ കൈയടിച്ചു, കാരണം നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് തുറന്നത്. പക്ഷേ എന്നാലും ചില കേസുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഇരുന്ന് പറയാൻ ഒരാളും പറ്റുമെന്ന് തോന്നുമ്പോൾ അവർക്ക് വരാം, ഇരിക്കാം, സംസാരിക്കാം. അങ്ങനെ വരുമ്പോൾ അത് പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. പുതിയ ദമ്പതികൾക്കിടയിൽ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? അവർ പരസ്പരം റെസ്പെക്റ്റിനും റിലേഷനും കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ കണ്ടെത്തുന്ന പറയുന്ന കുറേ പദങ്ങളുണ്ടല്ലോ. അംഗീകാരം നൽകുക എന്നതാണ്. സ്പേസ് നൽകുക എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പോലീസ് SI വരുമ്പോൾ ഒരു പോലീസുകാരൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വേറെ ഒരു ഉദ്യോഗസ്ഥൻ വരും ബാക്കിയുള്ള ആൾ, ആ ഒരു രീതി ശരിയല്ല, മാറ്റണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംഗീകാരം നൽകുക, സ്പേസ് നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കയറി വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് നിങ്ങൾക്കത് തോന്നരുത്. എന്താ എഴുന്നേൽക്കാത്തത് തോന്നുമ്പോഴാണ് അത് പ്രശ്നം. എനിക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാം. അങ്ങനെ സ്വയം കണ്ടറിഞ്ഞുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അതാണ് ശരിക്കും ഒരു സ്നേഹബന്ധത്തിന് കാരണമാവുക, ആക്കം കൂട്ടുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ പെൺകുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അവർ പലപ്പോഴും ആണുങ്ങളെക്കാൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സത്യത്തിൽ ബന്ധത്തിനെ നന്നായി സ്വാധീനിക്കുന്നതായി കാണപ്പെടുന്നു. കാരണം പലപ്പോഴും ഈ പെൺകുട്ടികൾ ആണുങ്ങളെക്കാൾ സ്മാർട്ടാണ്, അവർ ഹൈലി ഏണിംഗ് ആണ്. ഈ ജെൻഡറിലെ റോൾ ചേഞ്ചുകൾ, പുരുഷൻ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീ സമ്പാദിക്കുകയും അവൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും എല്ലാം ചെയ്യുന്നത് ഇവരുടെ റെസ്പെക്റ്റിനെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ തോന്നിയിട്ടുണ്ടോ? ഒരു പുരുഷനൊരു ഇൻഫീരിയർ കോംപ്ലക്സും സ്ത്രീക്ക് കുറച്ചും കൂടി ഒരു ആധിപത്യം കൂടുതൽ കാണിക്കാൻ കാരണം ഞാൻ സമ്പാദിക്കുന്നവളാണ്, അത്തരമൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്? അങ്ങനെ ഉണ്ടാകുന്ന കേസുകൾ കൂടുന്നുണ്ടോ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറേ കേസുകൾ വരാറുണ്ട്. പക്ഷേ അത് അപൂർവം ചില കേസുകളെ അങ്ങനെയുള്ളൂ.
ഞാൻ അതിൽ മനസ്സിലാക്കുന്നതും അങ്ങനെ വന്നാൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടായി കൊടുക്കല ചെയ്യുക. ജീവിത ലക്ഷ്യം പിഴച്ചു പോയാൽ എല്ലാം പിഴച്ചു പോകും, എല്ലാത്തിലും കുറ്റങ്ങൾ കാണേണ്ടി വരും. ജീവിത ലക്ഷ്യം ഒരിക്കലും മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിനാണ് അതിലൊരു കഥ പറയാണ്. ലോകത്ത് ഏറ്റവും നമ്പർ 1 ഓട്ടക്കാരൻ്റെ വീട്ടിൽ ഒരിക്കലും ഒരു കള്ളൻ വന്നു. കള്ളൻ വന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കള്ളനെ പിടിക്കാൻ വേണ്ടി കള്ളൻ്റെ കൂടെ കൂടി എന്ന് മാത്രമല്ല കുറേ അങ്ങ് ഓടിയിട്ടും ഇയാളും കള്ളനും 50 മീറ്റർ ഡിസ്റ്റൻസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ എന്തിനാ ആദ്യം ഓടി? കള്ളനെ പിടിക്കാനാണ്. അതാണ് അയാളുടെ ലക്ഷ്യം. പക്ഷെ പെട്ടെന്ന് അയാളെ മനസ്സിൽ തോന്നി എന്താ അറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനായി എന്നെ തോൽപ്പിക്കാൻ ഒരു കള്ളനോ? ഇയാള് ആരാണ്? അങ്ങനെ ഇയാള് ഓടിക്കള്ളനെ മറികടന്ന് ഇയാൾ ഓടി ജയിച്ചു. കുറേ അങ്ങ് എത്തിയപ്പോഴാണ് അയാൾക്ക് തിരിച്ചു വന്നത്. ശൂന്യന്റെ ലക്ഷ്യം ഇതായിരുന്നല്ലോ. പക്ഷെ കള്ളനെ സംബന്ധിച്ചത് അയാൾക്ക് എല്ലാം ഓടുവഴി അറിയാം. അയാൾ രക്ഷപ്പെട്ടു. ഇതൊരു കഥയാണെങ്കിലും വലിയ പാടുണ്ട്. അത് ഇനി ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യബോധം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം? ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാവണം. ആ ലക്ഷ്യം എന്താവട്ടെ, അത് ഈ ദുനിയാവാണെങ്കിൽ ദുനിയാവ്, ഇനി പരലോകവുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ അത് ഏതാവട്ടെ, ഓരോരുത്തർ ഇഷ്ടമാണ് ലക്ഷ്യം നേടിയിട്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ കൂടെ വരുന്നവരാണ് എൻ്റെ കൂട്ടുകാർ. അതിൻ്റെ കൂടെ നമുക്ക് കുറയാൻ എത്തുമ്പോഴാണ് പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ട്. അത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സമൂഹം അംഗീകരിച്ചു തന്ന ഒന്നാണ് വിവാഹം. അങ്ങനെ തന്നെ മനസ്സിലാക്കി. എൻ്റെ കൂടെ കുറേ ആളുകൾ പഠിച്ചിരുന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ ഞാനൊരു ഇണയെ തിരഞ്ഞെടുത്തു. ഇണ തുണ എന്നാണ് ശരിക്കും പറയാം. വസ്ത്രങ്ങൾ പോലെ ജീവിക്കുക എന്നുള്ളതാണ്, പരസ്പരം അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാൾക്ക് ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാര്യ ടീച്ചറാണെങ്കിലും അവർ കളക്ടറാണെങ്കിലും ഇനി ഞാൻ ഒരു സാധാരണക്കാരനാണെങ്കിലും ഇതിലൊന്നും എന്തില്ല ഒരു ഈഗോ ക്ലാഷ് വരാൻ സാധ്യതയില്ല. മനസ്സിലാക്കുന്നില്ലെങ്കിൽ. എന്നാൽ നേരെ ഈഗോ വരികയാണെങ്കിലോ എല്ലാം പ്രശ്നമായിരിക്കും. ഒരു വണ്ടി പോലും അദ്ദേഹം എടുക്കുമ്പം ഇവള് പറയുന്ന വണ്ടി എടുത്തില്ലെങ്കിൽ പക്ഷേ ആ വണ്ടിയിൽ അവൾ കയറാതെ തന്നെ സ്വന്തം വണ്ടി എടുത്ത് പോകും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ പരസ്പരം അറിയാനുള്ള ഒരു കഴിവുണ്ടാവുക, ജീവിത ലക്ഷ്യം ഉണ്ടാവുക, ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കിയിട്ട് പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇവിടെ അടുത്ത് ചില വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരു വീട്ടിൽ കണ്ടത് ഹസ്ബൻഡ് രോഗിയാണ്. ഞാൻ അവിടെ സന്ദർശിച്ചു. കാര്യം ഞാൻ ചോദിച്ചു, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അവർ ടീച്ചറാണ്. ഇയാളൊരു LP അധ്യാപകനാണ്, അവർ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഇയാളെക്കാൾ സാലറി അവർക്കുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും വേണ്ടതില്ല, ഞാൻ എൻ്റെ PF എല്ലാം പിൻവലിച്ചു കഴിഞ്ഞു ഇവരെ നോക്കാൻ വേണ്ടിയിട്ട്, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ മനസ്സാലോചിച്ച് നോക്കി. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ഞാൻ തയ്യാറാണ്. അങ്ങനെ അവസാനം നോക്കി ചികിത്സ കൊടുത്ത് ഏതായിരുന്നാലും കഴിഞ്ഞ വർഷമാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ ഭാര്യ അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ മരണശേഷം അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള സംസാരത്തിൽ എന്നോട് പറഞ്ഞു, എനിക്ക് യാതൊരു സങ്കടമല്ല ഇക്ക മരിച്ചില്ല, കാരണം ഞാൻ നന്നായി നോക്കി എൻ്റെ ബാധ്യതകളെല്ലാം നിർവഹിച്ചു പോയി. ഇനി അവിടെ എത്തിയിട്ട് ഒരു ജീവിതം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നന്മകൾ എൻ്റെ ഇക്ക പറയും. അതൊരു വല്ലാത്ത സംഗതി. അപ്പോൾ സമ്പത്തോ ദുനിയാവിലെ ജീവിതത്തിലെ കുറേ ഈഗോകളോ എന്താ പറയുക, ഒരു ഞാൻ എന്താണ് പറയുക, ഒരു താൻ പോരിമയ്ക്കൊന്നും ഒരു പ്രസക്തിയും യഥാർത്ഥത്തിലില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുകയാണെങ്കിൽ, മുഹമ്മദ് നബി ഒരു വീട് സന്ദർശിച്ച് പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ ജീവിക്കാൻ നിങ്ങൾക്കൊരു വീടായി, ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾ പരലോകത്തേക്ക് ഒരു വീട് പണിയണം. അപ്പൊ എന്തായി ലക്ഷ്യം? അവിടെ യഥാർത്ഥ ഹൗസ് വാമിങ് നടന്നിട്ടില്ല. അത് അവിടേക്കാണ്. അവിടേക്ക് വീടുണ്ടാക്കേണ്ട പണി ഞാനും ഉണ്ടാക്കണം, അവളും ഉണ്ടാക്കണം. പിന്നെ ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ സമയമല്ലല്ലോ. ഉമ്മയോട് ഫൈറ്റ് ചെയ്യാൻ സമയമല്ല, കുട്ടിയോട് ഫൈറ്റ് ചെയ്യാൻ സമയമല്ല. കാരണം നമ്മളെ ലക്ഷ്യം അതാണ്. അപ്പൊ ഹ്രസ്വകാല ലക്ഷ്യമല്ല വേണ്ടത്, ദീർഘകാല ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം അറിയാനും കൊടുക്കാനും ഒക്കെ കഴിയും. ഒരു സ്ത്രീയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിനെ വല്ലാതെ ജെറുക്കിയതൊരു കാര്യം എന്ന് പറയാം. കല്യാണത്തിന് പുതിയാപ്പിള പോയിട്ട് പുതിയാപ്പിള ഇറങ്ങിയിട്ട് വരുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. ഇയാൾ നേരെ ICUവിലാണ്. പിന്നീടാണല്ലോ ശരിക്ക് പുതുനാരിയെ കൊണ്ടുവരല്. പുതുനാരി പിന്നെ വരുന്നത് നേരെ ICUവിലേക്കാണ്. ഇയാൾ 3 ദിവസം ബോധമില്ലാതെ കിടക്കുകയാണ്. 4ാമത്തെ ദിവസം ബോധം തെളിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞെന്താ അറിയോ, നീ ഇപ്പൊ ഫ്രഷാണ്, എനിക്ക് ശാരീരികമായി നിനക്കൊരു സഹായം ചെയ്യാൻ കഴിയില്ല, സാമ്പത്തികമായിട്ടും കഴിയില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, വേറൊരു വിവാഹം ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞെന്താ അറിയോ, എനിക്ക് നിങ്ങൾ മാത്രം മതി,
വേറെ ആരും എനിക്ക് വേണ്ട. നമ്മൾ ഏത് ഒരു കാറ്റഗറിയിലാണ് ആ കുട്ടിയുടെ ആ സ്നേഹത്തെയും കാരുണ്യത്തെയും ഇഷ്കിനെയും നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ആ കുട്ടി അയാളുടെ അനിയന് കല്യാണം വന്നു. അനിയന് കല്യാണം വന്നപ്പം ഈ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഈ ഭാര്യ ഇത്രയും സമർപ്പിച്ചത് കൊണ്ട് കുടുംബം പറഞ്ഞു നീ ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്താന്നാന്ന് പറയാൻ കാരണം, കാക്ക മരിക്കട്ടെ എന്നിട്ട് ചിത്താത്താനെ കെട്ടിയാൽ മതി, കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ അയാൾ മരിച്ചു. അവൾ പിന്നെ ഇയാൾ എന്ത് ചെയ്തു, പിന്നെ മുത്തച്ഛനെ കല്യാണം കഴിച്ചു, ജീവിച്ചു. നമുക്ക് കിട്ടേണ്ട പാഠം എന്താ അതിൽ? പരസ്പര ലക്ഷ്യബോധവും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കാരുണ്യം തുളുമ്പുന്ന രീതിയിലും ഒരു ഭാര്യ ഭർത്താവിന് അത്രത്തോളം സമർപ്പിക്കുകയാണ്. അവൾക്ക് ഒന്നും ചെയ്തു കൊടുക്കുക. ഇയാൾ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്, നട്ടലിന് ക്ഷതേറ്റിട്ട്, ഇയാൾക്കൊന്നുമില്ല. പക്ഷെ ഇതൊന്നും സിനിമയല്ല, നാടകമല്ല, കഥപുസ്തകത്തിൽ വായിച്ചല്ല, നമ്മുടെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചൊരു കാര്യം. അതുകൊണ്ട് ഏതൊരു എന്താ പറയുക പ്രോബ്ലത്തെയും മറികടക്കാൻ കഴിയുന്ന ദാമ്പത്യം നയിക്കുന്നവരും ഉണ്ട്. അവരെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അവരെ കണ്ടിട്ട് നമ്മൾ സമൂഹത്തെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നെഗറ്റീവ്സുകളൊക്കെ എന്ത് ചെയ്യും, പോകും. പോസിറ്റീവ്സ് കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ്സ് നോട്ടീസ് ചെയ്യില്ല. അതെയല്ല, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ജോലിയുള്ള, നല്ല ലീഡർഷിപ്പുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷെ അത്തരം പെൺകുട്ടികളുടെ കുടുംബജീവിതം പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പരാജയപ്പെടാറുണ്ട്. സൊസൈറ്റിക്ക് അതിന് വലിയൊരു റോളുണ്ട്. സൊസൈറ്റി വേണ്ടത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അവളുടെ കുടുംബജീവിതത്തിന് പ്രാധാന്യം, അവളുടെ മറ്റുള്ള കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് അതിന് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ടോ? സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ രക്ഷിതാക്കളാവാം, ഭർത്താവിൻ്റെ രക്ഷിതാക്കളാവാം, ചുറ്റുപാട് സമൂഹം, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്താനുണ്ടാവുള്ളൂ. അവൾക്ക് അതിനെ നേരുള്ളൂ. അവളുടെ കപ്പാസിറ്റി അതാണ്. അവൾക്കൊരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. അവൾ അതിൻ്റെ റോളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വീട്ടിലത്തെ കാര്യം ദോഷം ഉണ്ടാക്കാനും കുട്ടികളെ നോക്കാനും ചിലപ്പോൾ അവൾക്ക് പറ്റണമെന്നില്ല. അവൾക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാനുണ്ട്. പക്ഷെ അത് സൊസൈറ്റി അവളുടെ കൂടെ പലപ്പോഴും നിൽക്കാത്തത് കാരണം അത്തരം കഴിവുകളുള്ള പെൺകുട്ടികൾ ഒന്നുകിൽ അവർ ഫാമിലി ലൈഫിൽ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ ആ റോളിൽ നിന്ന് അവർ പിൻവാങ്ങുകയോ ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. സൊസൈറ്റിക്ക് ഇതിലെന്താണ് ചെയ്യാനുള്ളത്? സൊസൈറ്റിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓരോരുത്തരെയും സൃഷ്ടിച്ചതും ഓരോരുത്തരുടെയും നിയോഗമൊക്കെ വ്യത്യസ്തമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, ഒരു അസ്തിത്വമുണ്ട്, എനിക്കുണ്ട്. എൻ്റെ നിയോഗവും എൻ്റെ കർമ്മമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കർമ്മം വേറൊന്നായിരിക്കും. ഒരു ഡോക്ടറുടെ കർമ്മമല്ലല്ലോ ഒരു എൻജിനീയർ ചെയ്യുക. പക്ഷേ ഇനിയിപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിഞ്ഞിപ്പോൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ക്ലാസ്സില്ലാതെ പോകുന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ അടുത്ത് പരിചയപ്പെട്ടത് ആദിൽ IPS പരിചയപ്പെട്ടു. കുന്നക്കാവിലേക്കാണ് അവരെ കെട്ടിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ് കല്യാണം കഴിച്ചിട്ട്. അദ്ദേഹം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജോബിനൊന്നും ഈ കുടുംബം ഒരു പ്രശ്നം തന്നെ അല്ല. അപ്പോൾ കുറേ രക്ഷിതാക്കൾ അങ്ങനെയാണ്. എന്തിനാണ് നമ്മളൊരു കുട്ടിയെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്തുന്നത്? അതെ, നല്ലൊരു പ്രൊഫഷണൽ ആലോചന കിട്ടാൻ അതൊരു ലക്ഷ്യമായിരിക്കും. പക്ഷെ അത് ചെറിയൊരു ലക്ഷ്യമാണ്. അതെ, ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോബിന് പോകാനും ജോലിക്ക് പോകാനും സമ്പാദിക്കാനും ആ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമാണ്. ആളുകളുടെ ഒരു വിഷയം എന്താ, ആളുകൾ ഈ അവകാശങ്ങളെ കുറിച്ച് നന്നായി സംസാരിക്കുന്നവരാണ്. എന്തുകൊണ്ട് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും ചോദിച്ചാൽ, ആരോ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണ് അവർ എനിക്കും ചില അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു വരേണ്ടി വരുന്നത്. അപ്പൊ പരസ്പരം അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇപ്പം എൻ്റെ ഭാര്യ പഠിക്കാൻ പോകുന്നു, പഠിപ്പിക്കാൻ പോകുന്നു, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, പോയിക്കോട്ടെ, വന്നോട്ടെ, ഒരു വിഷയമല്ല. ഇനി അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും അതിനെന്ത് ചെയ്യേണ്ടതില്ല, എതിർത്തിട്ടില്ല. തടയിട്ട് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് എന്താ ഒന്നും കിട്ടാല്ല. പിന്നെ അസൂയകളുണ്ട്. എൻ്റെ പെൺമക്കളാരും ടീച്ചർമാരല്ല. ഓരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഈ എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊടുത്താൽ ഡിഗ്രി BEd കഴിഞ്ഞ കുട്ടിയാണെങ്കിലും ഓള് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. അത് അത്തരം രക്ഷിതാക്കളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താണ് വേണ്ടത്. ഒരുപക്ഷെ ഈ ഉമ്മക്ക് അസുഖം വന്നാൽ, ഈ മകനസുഖം വന്നാൽ ഒരുപക്ഷെ ഇവരുടെ സമ്പാദ്യമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവും. ആർക്കും ഉപകാരപ്പെടുന്നു പറയാൻ പറ്റില്ല. എന്നാൽ കുറേ അങ്ങനെ പോകുന്നവരുണ്ട് കേട്ടോ. ഉമ്മൻ്റെ സപ്പോർട്ടോട് കൂടി, ഉപ്പയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ചില അമ്മോശക്കാരും അമ്മായിമാരും പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ കുട്ടികളെ കിട്ടേണ്ടി എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ
സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊന്ന് ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ സംഗമം വെക്കാനൊക്കെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവമൊക്കെ ആകാൻ പറ്റും എന്നതിലേക്ക് അതെ, സമൂഹം ഒരുപാട് മാറി. അപ്പൊ ഇത്തരം സമൂഹത്തിന് ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. ഇത്തരം കൂടുതൽ അറിവുകൾ ആളുകളിലേക്ക് എത്തുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ സ്ത്രീകളുടെ വരവൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പുരുഷന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം ചെയ്യുന്ന സ്ത്രീകളുണ്ട്, എത്രയോ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൽ അങ്ങനെ ഉണ്ട്, എഞ്ചിനീയേഴ്സിൽ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരാണ് പെണ്ണ് എന്നുള്ള രീതിയിൽ ജോബ് തടയാനോ മാറ്റി വെക്കാനോ ശരിക്കും ആരും അങ്ങനെ ചെയ്യണമെന്ന് പോലും എവിടെയും നിയമങ്ങളില്ല. ഇനി മതഗ്രന്ഥങ്ങൾ എടുത്താൽ പോലും മതഗ്രന്ഥങ്ങൾ പോലും അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം, പ്രവാചകന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിലാണ് പ്രവാചകന്റെ ഇണയായിട്ട് ആയിഷ ബീവി കടന്നു വരുന്നത്. അവരുടെ പറക്കാനും ഉയരാനുള്ള ചിറകുകളൊന്നും പ്രവാചകൻ വെട്ടിമുറിച്ചിട്ടില്ല. 2210 ഹദീസുകൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. ഒരു പ്രവാചകന്റെ നിയോഗത്തിന് ശേഷം ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കൂടിയാലോചന സമിതി മെമ്പറായിരുന്നു അവരുന്ന്. കൂഫ, ബസറ പോലുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പ്രസംഗിച്ചിരുന്ന മഹദിയായിരുന്നു അവരെന്നർത്ഥം. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാതൃകയാണ്. ഉമർ എന്ന് പറയുന്ന ഫാറൂഖ് ഉമർ എന്ന് പറയുന്ന ഖലീഫയുടെ ഭരണകാലത്ത് ഷിഫ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഒരു മാർക്കറ്റിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ മതം ഇതിനൊന്നും എതിരല്ല, പക്ഷെ പൗരോഹിത്യം ചിലപ്പോൾ അതിനെതിരായിരിക്കും. അതെ, പൗരോഹിത്യം എതിരാണ് എന്നതുകൊണ്ട് മതം വിരുദ്ധമാണ് ഇത് നമ്മൾ ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരാണ് മതത്തെ നിലനിർത്തുന്നവർ. പുരോഹിതന്മാരെ ശരിക്ക് തുടച്ചു നീക്കിയാൽ ബാക്കി എന്തുണ്ടോ അതാണ് ശരിക്കും ഒറിജിനൽ മതം. അത് ഹിന്ദു മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എന്നതാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. ഞാൻ ആരെയും എതിർത്തുകൊണ്ട് സംസാരിക്കില്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട കുറേ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മുഴുവനും വകവെച്ച് കൊടുക്കണം എന്നതാണ് സൃഷ്ടാവിൻ്റെ കൽപ്പന. അത് കുറച്ച് സൃഷ്ടികൾ കൂടിയിട്ട് അതിപ്പോൾ വേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഇന്നത്തെ കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയുന്നതോട് കൂടിയിട്ട് തന്നെ ഓവർ സ്വാതന്ത്ര്യം, അങ്ങനെ പറഞ്ഞാൽ ഒരടുക്കും ഒരു ചിട്ടിയും ഒരു വ്യവസ്ഥയുമാണ്. അപ്പം നമ്മൾ വലിയ കുട്ടികളായി ചെറുപ്പത്തിൽ നമ്മളൊക്കെ ആ പി 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 എന്ന് സൗണ്ടുള്ള ഷൂട്ട് നടന്നിട്ടുണ്ടാവും. അതെ അല്ലേ? ഇന്ന് നമ്മൾ ഇട്ട് നടന്നാലോ? അതെ, ശരിയാണ്. വല്ല ബോറാണത് അല്ലേ? നമ്മളെ ഭാര്യ ഇങ്ങനെ കിലുങ്ങണ അവസരം പണ്ടിട്ടിരുന്നു. എന്താ അറിയോ, ചെറിയ കുട്ടികൾ എവിടെയെങ്കിലും പോയിരുന്നാലും അറിയാൻ വേണ്ടിയിട്ട്, കിൽക്കറിയാൻ വേണ്ടിയിട്ട് അതൊരു അഴകായിരുന്നു. മാത്രമല്ല ആ കുട്ടി എവിടെയെന്ന് അറിയില്ല. അപ്പൊ അത് കിലുങ്ങുമ്പോൾ അവിടെ പോയി എടുത്തോണ്ടിരുന്നാൽ മതി. കുട്ടികൾ മോളോന്ന് വിളിച്ചാൽ എന്താ ഉമ്മാന്ന് വിളിക്കാൻ പ്രായമായിട്ടില്ല, അവർക്കുള്ളത് ഇടുക. പക്ഷെ നല്ല പ്രായമുള്ള കുറെ ആളുകൾ അങ്ങനെ ഇട്ട് നടന്നാലോ, അത് ബോറാണ്. ബോറിങ് ഏതായാലും എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ബോററിയുമ്പം എനിക്കത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാം, അതിന് നമ്മൾ എതിരൊന്നുമല്ല. പക്ഷെ അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. അപ്പൊ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യവും ഫ്രീഡം ഒക്കെ വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള ജീവിതമാണ് യഥാർത്ഥത്തിൽ നല്ല ജീവിതം. ഒരു വ്യക്തിയെയും ഹനിക്കാനോ അവരുടെ ഉയർച്ചയെ വളർച്ചയെ കട്ട് ചെയ്യാനൊന്നും തന്നെ ആരും ശ്രമിക്കുന്നത് ശരിയല്ല. ഏതായിരുന്നാലും മതത്തിന്റെ പിന്തുണ ഏതായിരുന്നാലും അതിന് ഇല്ല, പ്രത്യേകിച്ച് സമൂഹം. പിന്നെ ജീവിത കാഴ്ചപ്പാടില്ല. പിന്നെ ഇന്നെന്താ അറിയോ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാദിക്കുന്ന ഒരാൾ അതിന് ലിമിറ്റേഷൻ വെക്കരുതെന്ന് പറയുമ്പോഴും പിന്നെ എന്ത് ചെയ്യുക, ആകെ ഒരതിരും വരമ്പില്ലാത്തതുപോലെ ജീവിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പെരിന്തൽമണ്ണക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് പോകണമെങ്കിൽ അവിടെയൊക്കെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് CC ക്യാമറ വെച്ചത് ഇപ്പോൾ വന്നത്. മുമ്പ് അവിടെ ഒരു പോലീസുകാരങ്ങനെ ആ വെയിലും കൊണ്ടിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, പന്ത് കളിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, കളിയിൽ ഒരു റഫറി വേണം. റഫറിയെ നിയന്ത്രിക്കാൻ ഫിഫയും വേണം, റഫറിയും വേണം, കളിക്കാരും വേണം. കളിക്കാരിൽ എന്തെങ്കിലും കണ്ടാലോ മഞ്ഞ കാർഡും വേണം, ചുവന്ന കാർഡും വേണം. ഇതെന്തിനാണ്? ആ കളി ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ്, നീതിയോടുകൂടി മുന്നോട്ട് പോകാനാണ്. എങ്കിലേ നമ്മൾ അടുത്ത കളി കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ലൈഫിലും ഇങ്ങനെ തന്നെയാണ്. ഒരു ഫിഫ ഉണ്ട്, അത് സൃഷ്ടാവായ പടച്ചവനാണെങ്കിൽ ആ പടച്ചവൻ അവൻ എന്താണോ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ അതിൽ ആ നിയന്ത്രണത്തിന് നമ്മൾ പോകുക എന്നുള്ളതാണ്. ഇപ്പൊ വീട്ടിലെ ഇപ്പോൾ പുതിയൊരു രീതിയാണല്ലോ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ടി ന്യൂട്രാകുക എന്ന് പറഞ്ഞാൽ താഹിർ സാഹിബിന് അറിയാം. എഞ്ചിൽ നിന്ന് എഞ്ചിൽ നിന്ന് വണ്ടി ഒഴിവാക്കുന്നതിൻ്റെ അടുത്ത് എഞ്ചിൻ പ്രധാനപ്പെട്ടതാണ്. ഉമ്മയും ഉപ്പയും കുടുംബത്തിലെ എഞ്ചിനാണ്. അതിൽ നിന്ന് മാറുക, എൻ്റെ ബോഡി, എൻ്റെ ഫ്രീ, ഞാൻ എനിക്ക് തോന്നുന്നില്ല ജീവിക്കും. ഇതെവിടേക്ക് എത്തുക? എല്ലാം അങ്ങനെ തന്നെ അരാജകത്വത്തിലേക്ക് എത്തും. എന്നപോലെ തന്നെയാണ് എല്ലാ കുടുംബത്തിൽ നോക്കിയാൽ മതം വേണ്ട, ഇവിടെ മതത്തിൻ്റെ ചർച്ച ചെയ്യണ്ട, മതം പോട്ടെ. മാനവീയ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ അതിനെ അനുകൂലിക്കാൻ പറ്റുക? എൻ്റെ ഭാര്യയ്ക്ക് എവിടെയും പോകാം, ആരുടെ കൂടെയും ജീവിക്കാം, എന്തുമാകാം എന്ന് ഞാൻ ചിന്തിച്ചാൽ പിന്നെ അതിൻ്റെ ഭാര്യ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഇണയെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാനും അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായി പിന്നെ? അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ
മതമൂല്യങ്ങൾ ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചു. ആ അതിർവരമ്പുകൾ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് ആകെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളതല്ല, അത് വിശാലമായ അതിർവരമ്പാണ്. നമ്മൾ 1.5 ഏക്കർ പാടത്തിന്റെ അതിർവരമ്പല്ലത്, ഈ ലോകത്തോളം വിശാലമാണത്. കുട്ടികളൊക്കെ പഠിച്ചപ്പം പൈലറ്റൊക്കെ കണ്ടില്ലേ, പത്രത്തിൽ വാർത്ത കണ്ടില്ലേ, എല്ലാത്തിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് നമ്മൾ മനസ്സിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ ഇതുവരെ സംസാരിച്ച പോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന വരുമാനവും ഉള്ള സ്ത്രീകൾ വിവാഹം വൈകിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമില്ലായ്മ, ഇനി വിവാഹിതരാണെങ്കിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉയർന്ന ഡൈവേഴ്സ് നിരക്കുകളിലേക്ക് പോകുന്നതായിട്ട് താങ്കളുടെ അനുഭവങ്ങളുണ്ടോ? ഈ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നത് അത്തരം അത് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് പിന്നെ റയർ കേസായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പഠിക്കാനും ഉയർന്നു പഠിക്കാനും ജോബിന് പോകാനൊക്കെ ഉള്ള സാഹചര്യത്തിലുള്ള കുട്ടികളെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾക്ക് അങ്ങനെ വരാൻ ഒരു പ്രശ്നമല്ല. വേറെ ചില കുട്ടികൾ പറയാറുണ്ട്, അത് ചില ആളുകൾ എന്താ വെച്ചാൽ രക്ഷിതാക്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇന്നത്തെ കാലത്ത് വല്ലാതെ പഠിപ്പിക്കേണ്ടതില്ല, പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കല്യാണം കിട്ടാതെ ഈ പ്രായത്തിൽ പ്രായം കൂടിയാൽ കിട്ടാതെ വരും, പിന്നെ ഞാനൊക്കെ ഇപ്പോൾ കുറേ പഠിച്ചിട്ട് അപ്പം അങ്ങനെ ആയത് എന്ന ചിന്തയിൽ നിന്ന് വരുന്ന കാര്യമാണത്. അപ്പോൾ കുട്ടികൾ എന്താ വെച്ചാൽ വിവരം നേടുന്ന സമയത്ത് വിവരം നേടണം. വിവാഹപ്രായം എത്തണം, കൂടിയിട്ട് വിവാഹപ്രായത്തിൽ എത്തുകയും ചെയ്യണം. വിവരം നേടുന്നതിന് ഇന്ന് വിവാഹം തടസ്സമല്ലല്ലോ. നമ്മുടെ പഴയ കാലത്ത് തടസ്സമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മായി എന്താ പറഞ്ഞ അമ്മശക്ക് എന്താ പറഞ്ഞ അങ്ങനെയായി. പിന്നെ ഭർത്താവിന് പോലും ശരിക്കും റോൾ ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർക്കൊരു എല്ലാത്തിനും ഫ്രീഡാണ്, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരായ ആളുകൾ കല്യാണം കഴിക്കുന്നതോട് കൂടി തന്നെ അവർക്ക് വിവരം നേടാൻ മാത്രമല്ല വീണ്ടും പല കോഴ്സും കണ്ടെത്തിയിട്ട് പഠിപ്പിക്കുകയും എങ്ങനെയെങ്കിലും ഒരു ജോബ് വേണം എന്ന് കഴിഞ്ഞാൽ മാത്രമല്ല ഇന്നത്തെ ഒരു കാലഘട്ടം, ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എല്ലാം ചേഞ്ചാണ്, എല്ലാം മാറ്റം, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. മതിയാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാളും എന്താണ് ഒരു സ്കൂട്ടറിന്റെ ടയർ പോലെ പോകേണ്ടവരായിട്ട് വരിക. അവിടെ ആരും ഒരാൾ ഭരിക്കുന്നവരും ഒരാൾ ഭരിക്കപ്പെടുന്ന ആളും അങ്ങനെയൊന്നും ആകുന്നില്ല. ഇണകളും തുണകളുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ ഒരു വിഷയവും ആ പ്രശ്നത്തിലില്ല. പിന്നെ ഈ പണവും സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എന്തിനാണ്? മരിച്ചു പോകുമ്പോൾ ആരും അത് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ എന്തിനാണ് അത്? എൻ്റെ പ്രിയതമന് വേണ്ടിയിട്ട്, എൻ്റെ പ്രിയതമക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കണം. അത് ഏറ്റവും പുണ്യമുള്ള കാര്യമായിട്ടാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് കുടുംബത്തിൽ എന്തില്ല ഒരു പ്രശ്നമല്ല. എന്നാൽ ചില കേസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. എങ്ങനെ അവൾ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടി കൊണ്ടുപോയി പിന്നെ പ്രായം 30 ആവും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കല്യാണം കഴിക്കുന്നവന്റെ പ്രായം 27 അവൻ തരിക, അവൾക്ക് 30 ആയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അത് വേണ്ടാന്ന് നോക്കും. യഥാർത്ഥത്തിൽ പ്രായപരിധി ഒന്നും വിവാഹത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കാനേ പാടില്ല. വിവാഹത്തിന്റെ മാനദണ്ഡമായി കണക്കാക്കേണ്ടത് അവരുടെ ആദർശമാണ്, അവരുടെ വിശുദ്ധിയാണ്, സത്യസന്ധതയാണ്. അതാണ് ശരിക്കും വേണ്ടത്. സൗന്ദര്യം നഷ്ടപ്പെടാം. തറവാട് ഒരു കുട്ടികൾ പിടിച്ചാൽ മതി, അവിടെ ഒരു തറവാടിന്റെ പോരിച്ച പോയി. പിന്നുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഉള്ളത് സമ്പത്താണ്. അത് സ്ഥായിയായി നിലനിൽക്കൂല, അത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലനിൽക്കേണ്ടത് ആദർശവും വിശ്വാസവും സത്യസന്ധതയാണ്. അത് അങ്ങനെയാണ് ഒരാൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ പിന്നെ ഒരു പ്രശ്നമല്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതുമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഭർത്താവ് ചെലവഴിക്കുന്നത് കാണുമ്പോൾ വരെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത കുറേ വനിതകളുടെ ചരിത്രം നമുക്ക് ഇഷ്ടംപോലെ പറയാനും കഴിയും. ഇന്നത്തെ കാലത്ത് തന്നെ ഇഷ്ടംപോലെ പറയാൻ കഴിയും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മൊത്തം രക്ഷിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നു. അവരൊരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി പഴയ പോലെയുള്ള അടുപ്പമില്ല, അടുക്കാൻ സമയം കിട്ടുന്നില്ല, കുട്ടികൾക്ക് അതിൽ താല്പര്യമില്ല. രക്ഷിതാക്കൾക്ക് ഇതിനെന്ത് ചെയ്യാൻ കഴിയും? രക്ഷിതാക്കൾക്ക് അതിൽ ചെയ്യാൻ കഴിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴത്തെ 2010 മുതൽ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ അൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. നമുക്ക് ജനിച്ച മക്കൾ ജനിച്ച യുഗത്തെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും അവർ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ഒരു പിതാവിന് ശരിക്ക് ഒരു അവബോധം ഉണ്ടാകണം. നമ്മളിപ്പോൾ പാരൻ്റ് പറയുമ്പോൾ PA എന്നുള്ളതിൽ പറയുന്ന അവയർനെസ് എന്ന സംഗതി ഉണ്ടാവണം. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ.
അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിന്നാൽ നമുക്ക് ഒരിക്കലും അവരതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. നമുക്കാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ്. ഭക്ഷണം വിളമ്പിയതിന് ശേഷം അത് എടുക്കരുത് കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതാണ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിങ്ങനെ എപ്പോഴും പഠിക്കണം എന്ന് കുട്ടിയോട് പറയും. ഇവർക്ക് പരീക്ഷയുടെ തലേന്നേ അവർ പഠിക്കുള്ളൂ. കാരണം ഈ കാര്യങ്ങളൊക്കെ ഗൂഗിളുണ്ട്. പിന്നെ എഴുതണ്ട, വായിക്കണ്ട, ഹോംവർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യുക. നമ്മൾ വന്നൊരു രീതി വേറൊന്നായിരുന്നു. നമ്മളെല്ലാം തലയിൽ കയറ്റി വെക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. ഇവർക്ക് അങ്ങനെ സംഗതിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യം അവർ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്, എന്താ അത് അനുസരിക്കാത്തത് എന്നാണ്. ഒന്നാമത് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെ പഠിക്കാൻ യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കുട്ടികളുടെ കൂടെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. പക്ഷെ അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തായിരിക്കും. നമ്മൾ അവർ കൂടെ ഉണ്ടാവണം എന്നുള്ള സമയത്ത് അവരും പുറത്തായിരിക്കും. ഇതിനെന്താ പരിഹാരമുള്ളത്? രണ്ടു കൂട്ടരും ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഫുഡെങ്കിലും കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കാനോ, ഒന്ന് ഔട്ട് പുറത്ത് പോകുന്ന സമയത്തൊന്ന് ഒന്നിച്ച് പോകാനോ, വീട്ടിലൊരു കാര്യം ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ ആ കുട്ടികളൊന്ന് വിളിച്ചൊന്ന് കൂടി ആലോചിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എത്രത്തോളം സ്പേസ് ഒരു വീട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എത്ര സ്പേസ് കൊടുക്കുന്നോ ആ വീട്ടിൽ എല്ലാം നടക്കും. അവിടെ നമുക്ക് ഒരിക്കലും തന്നെ ഈ ജനറേഷനെ കുറ്റപ്പെടുത്തി പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികളെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വന്ന അതേ രീതിയിൽ നമ്മളെ മക്കൾ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു പ്രശ്നം. ഒരു കാര്യം, ഒരാളൊരിക്കൽ എൻ്റെ മകൻ ഇങ്ങനെ ആവുന്നില്ല, എൻ്റെ ഭാര്യ ഇങ്ങനെ ആവുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് നിങ്ങളെപ്പോലെ അവനെ ആക്കാതിരുന്നാൽ മതി, അവളെ ആക്കാതിരുന്നാൽ മതി എന്നാണ്. ശരിക്കും ആ പോയിന്റിലേക്ക് രക്ഷിതാക്കൾ എത്തുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ്, കുട്ടികളുമായി എങ്ങനെയാണ് പഴയ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, ഒരുപാട് രക്ഷിതാക്കൾക്ക്. അങ്ങനെ ഒരു അടുത്ത ബന്ധം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ, കാരണം രക്ഷിതാക്കൾക്ക് ഡിജിറ്റൽ യുഗത്തിനെ പറ്റി വലിയൊരു ധാരണയില്ല. കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളുടെ ഫോൺ പോലും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ചെറിയ കുട്ടികളാണെന്ന്. കുട്ടികളുമായിട്ട് എങ്ങനെയാണ് ഇത്രയും ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ രക്ഷിതാക്കൾക്ക് എങ്ങനെ അടുക്കാൻ കഴിയും? കുട്ടികളുമായി രക്ഷിതാക്കൾക്ക് അടുക്കണമെങ്കിൽ എവിടേക്കാണോ നമുക്ക് അടുപ്പം വേണ്ടത് അതിലേക്ക് അടുക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ തന്നെ ആവിഷ്കരിക്കണം. അവിടെ ഞാൻ നിങ്ങളുമായി അടുക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന പോലെ തന്നെയാണ് നമ്മളെ കുട്ടികളിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാൻ മനസ്സ് വെക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും തീരുമാനിച്ചാൽ അവർ നമ്മളിതിങ്ങനെ അകന്നകന്ന് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എൻ്റെ ഒരു മകൻ ഒരു മൊബൈൽ വിഷയത്തിൽ, അത് യൂസ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ വളരെ ഉഷാറാണെങ്കിൽ എനിക്കത് അറിയില്ലെങ്കിൽ ഞാൻ അവനെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് കാണാൻ തീരുമാനിച്ചാൽ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മകളിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയും. എന്തിലധികം ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ പോലും പഠിച്ചെടുക്കും. പക്ഷേ അത് നമ്മളെ ഈഗോ മാറ്റി വെച്ച് അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കുട്ടികൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് നമുക്കൊരു സ്പേസായി. സത്യത്തിൽ ഇതിനെക്കുറിച്ചാണ് ഈ പാരൻ്റ് എന്നതിൽ പറയുന്നത്. എന്ന ലെറ്റർ ഉദ്ദേശിക്കുന്നത് എമ്പതി എന്നുള്ളതാണ്. കുട്ടിയുടെ സ്റ്റാൻഡും വികാരവും വിചാരവും ചിന്തയൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടൊപ്പത്തുക. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട് അതുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ കുട്ടികളുടെ അടുത്തെത്തിയാൽ കുട്ടികളാവുക എന്നാണ്. അതിലെല്ലാം വന്നു. എന്താണ് ഒരു കുട്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പയൊന്നുമല്ല, വല്ലിപ്പ ഉപ്പ അച്ഛൻ അമ്മയൊന്നുമില്ല, അതൊക്കെ മാറിയിട്ട് നമ്മൾ കുട്ടി അങ്ങോട്ടാവണം. അപ്പോൾ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരാണ്ടാവും. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിരിക്കും. ഇന്ന് എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഡിജിറ്റൽ മീഡിയയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും അവിടെ ഇരുന്ന് കേൾക്കും? ഇല്ല, കുട്ടിക്ക് അതിന് സമയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അവരുടെ റൂമിലേക്ക് പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചെയ്യും. അവരുമായിട്ട് നമുക്ക് അടുക്കാനും സാധിക്കുന്നതാണ്. പാരൻറ്റിങ്ങിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞു. പാരൻ്റ് എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും തന്നെയല്ലേ, അതോ അതിൽ രണ്ടായിട്ടാണോ കാണേണ്ടത്? ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളിൽ നിന്ന് നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമുക്ക് രണ്ടായി തന്നെ പഠിച്ചാൽ നന്നാവും. അതിലൊന്ന്, ഉമ്മയും ഉപ്പയും ആകാൻ വളരെ എളുപ്പമാണ്. വിവാഹം കഴിഞ്ഞ് ഭാര്യ ഗർഭം ധരിച്ച് ഭാര്യ പ്രസവിച്ച് കുട്ടി ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മയായി, ഉപ്പ എന്ന് വിളിച്ചാൽ ഉപ്പയായി. ഇത്രയേ ഉള്ളൂ ഉമ്മയും ഉപ്പയാകാനുള്ള കാര്യം. ഏകദേശം ഒരു 1 ഇയർ കല്യാണത്തിന് ശേഷം, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു പാരൻ്റ് ആവണമെങ്കിൽ അത്യാവശ്യം ശ്രദ്ധ തന്നെ വേണം. അത് നമ്മുടെ ഒരു രക്ഷിതാക്കളുടെ കുട്ടികളുടെ മീറ്റിങ്ങിൽ പോയിട്ട് പാരൻ്റ് കുളത്തിൽ സൈൻ ചെയ്യുന്നതോടുകൂടി ഒരാളെത്താവുന്നില്ല, പാരൻ്റ് ആവുന്നില്ല. ഇത് ഓരോ പാരൻറ്റും പഠിക്കേണ്ട ഒരു വിഷയമാണ്. PARENT, ഇതിന് ഓരോന്നിനും ഓരോ നിർവചനമുണ്ട്. ഓരോന്നും പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു അഭിമുഖത്തിൽ കുറച്ചായതുകൊണ്ട് അതിനെ ഞാൻ ചുരുക്കി പറയാം. P എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ എന്നുള്ളതാണ്. ഒരു മാതാവും പിതാവും എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം.
എല്ലാ വിഷയത്തിലും. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ എ ആണ്. എ എന്ന് പറഞ്ഞാൽ അവയർനെസ് ആണ്. കുട്ടിയെക്കുറിച്ച്, ഈ നാടിനെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സോഷ്യൽ മീഡിയയെക്കുറിച്ച്, കുട്ടി പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച്, ഈവൻ കുട്ടിയുടെ സ്വഭാവ ശീല പെരുമാറ്റം, വാശിയൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ, ദേഷ്യം, ഒക്കെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാകുക. 6 എന്ന് പറഞ്ഞാൽ റോൾ മോഡലാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി കോപ്പിയാണ് ചെയ്യുക. മാതാവ് എങ്ങനെയാണോ പിതാവ് എങ്ങനെയാണോ, വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടികൾ പിന്നെ മുറ്റത്ത് അച്ഛനും അമ്മയായിട്ട് കളിക്കുന്ന സമയത്ത് അമ്മ അടിച്ചു വരുമ്പോൾ എങ്ങനെ ചൂല് പിടിച്ചോ, കൈ എങ്ങനെ വെച്ചോ, അങ്ങനെ തന്നെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത് റോൾ മോഡലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ PARE എന്ന് പറഞ്ഞാൽ എമ്പതി എന്നാണ്. കുട്ടിയുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കുട്ടിയുടെ വികാരം, വിചാരം, മനസ്സും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിയോടൊപ്പം എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വന്നു, ഇംഗ്ലീഷിൽ എത്ര മാർക്ക്, 50ൽ 49. പിന്നെ ഉമ്മ വടി എടുത്തിട്ട് ഒന്നും കൂടി കൊടുത്താൽ 49 + 50 കിട്ടി. അതുകൊണ്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് 50ൽ 40 കിട്ടും, 50ൽ 5 കിട്ടിയേ കിട്ടുള്ളൂ. കുട്ടിയെ ചേർത്ത് പിടിക്കാൻ കഴിയണം. കാരണം കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ് ഇനി പേപ്പർ കൊടുത്താൽ അമ്മ എന്ത് പറയും, അച്ഛൻ എന്ത് പറയും, ആകെ തല പുകഞ്ഞ് പ്രയാസപ്പെട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് കണ്ണു തുറച്ചുള്ള നോട്ടാണെങ്കിൽ ഒരിക്കലും അത് കൂടുതൽ നെഗറ്റീവ് ഫലം ഉണ്ടാക്കും, വഷളാക്കും. അപ്പോൾ എപ്പോഴും എമ്പതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ എന്ന് പറഞ്ഞാൽ നെർച്ചർ എന്നാണ്. നെർച്ചർ എന്നാൽ തീറ്റ പോറ്റുക എന്നുള്ളതാണ്. പ്രസവിച്ചാൽ മാത്രം പോരാ, തീറ്റ പോറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും രക്ഷിതാക്കളുടെ ഒരു പരാതി, കുട്ടികളൊന്നും കഴിക്കുന്നില്ല. എൻ്റെ അടുത്തൊരു രക്ഷിതാവ് വന്നിരുന്നു. അപ്പോൾ ഞാൻ രക്ഷിതാവിനെ പുറത്തിരുത്തിയിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ എപ്പോഴും പുട്ടാണ് ഉണ്ടാക്കുക, എനിക്ക് വേണ്ടത് ദോശയാണ്. അപ്പോൾ ദോശയെ കുറച്ച് സമയം എടുക്കണം. ഉമ്മരക്ഷ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണത്. പക്ഷേ അപ്പോൾ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാനുള്ള ഏറ്റവും വലിയ വിദ്യ. അതിന് വേറൊന്നും കുട്ടികൾ കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ T എന്ന് പറഞ്ഞാൽ ട്രെയിനർ എന്നുള്ളതാണ്. കുട്ടി ഒരു മരത്തിൽ കയറുമ്പോഴേക്ക് വീഴും, കയറരുത്, മരത്തിൽ കയറരുത്, അവിടെ നോക്കരുത്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കൊന്നും കഴിയാൻ കഴിയില്ല. അതിനെക്കുറിച്ച് തമാശ പറയാറുണ്ട്. ഇങ്ങനെ വളർന്നൊരു കുട്ടിക്ക് ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല, പേടിപ്പിച്ച് അങ്ങനെ പീഡിപ്പിച്ച് വളർന്ന കുട്ടി കൂട്ടുകാരെ കൂടെ കാട്ടിലൂടെ പോവുകയാണ്. 4 പേര് പോകുമ്പോഴാണ് ഒരു വലിയ പിന്നെ സിംഹം വന്നു എന്നാണ് പറയുന്നത് കഥയിൽ. ഇവൻ സിംഹം എന്ന ഉടനെ ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബാക്കി ഒന്നും ചെയ്യാല്ല, സിംഹം തന്നെ എല്ലാം ചെയ്യും എന്ന് നമ്മൾ തമാശ പറയും. ആ 3 ആളോ ഓടി രക്ഷപ്പെട്ടു. അതിൽ ഒരുത്തൻ മരത്തിൽ കയറി. അതെന്താ വെച്ചാൽ അവർക്ക് കൊടുത്ത ട്രെയിനിങ് തന്നെയാണ്. അപ്പം നമ്മളെ കുട്ടികളെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീഡം കൊടുക്കണം. ചെറുപ്പത്തിൽ നല്ല ഫ്രീഡം കൊടുത്തു വേണം. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യരുത് എല്ലാ കാര്യത്തിലും. അതെ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ഒന്നും പുസ്തകം പൊതിയുന്നത് ഉമ്മ, എഴുതി കൊടുക്കുന്നത് ഉമ്മ, ബാഗ് എടുത്തു കൊടുക്കുന്ന ഉമ്മ, പുസ്തകം ബാഗിൽ വെച്ചിട്ട് സിബ് ഒക്കെ ഉമ്മ. അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചാൽ ആ കുട്ടിയെ ആ ഉമ്മ ശരിക്ക് കൊല്ലുകയാണ്. ആ കുട്ടിക്കൊന്നും കഴിയില്ല, കൈ കൊണ്ട് കൂടി ആ കുട്ടിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് പരിചയമുള്ളൊരു ഉമ്മ, കോളേജിൽ പഠിക്കുന്ന കുട്ടി, വിദേശത്ത് പഠിച്ച കുട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ബസ് കയറാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വന്നു നിന്നു. ആ കുട്ടിക്ക് ബസ് കയറാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ ചിറകിനടിയിൽ വളർത്തി ഒന്നിനും പോരാത്ത കുട്ടികളാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. അതെ. പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ലോകത്ത് വളരുന്ന കുട്ടികൾക്ക് എമ്പതിയും റെസ്പെക്റ്റും ഒക്കെ പൊതുവെ കുറവാണല്ലോ. അത് കുട്ടികളിലേക്ക് രക്ഷിതാക്കൾക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും? അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഇക്വേഷൻ ഇല്ലേ, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ഗെറ്റ് റെസ്പെക്റ്റ്. അതേ അതിനുള്ള വഴിയുള്ളൂ. കുട്ടികൾ ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയട്ടെ, ഇങ്ങോട്ട് സലാം പറയട്ടെ എന്ന് കാത്തിക്കരുത്, നമ്മൾ അങ്ങോട്ട് പറയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. കുട്ടികൾ ഇന്നിങ്ങനെ കുട്ടിയുടെ സ്റ്റാൻഡിലാണ് നിൽക്കുക. ആരാണോ അവരെ തൊടുന്നത് അവരോടൊപ്പം, ആരാണോ ചിരിക്കുന്നത് അവരോടൊപ്പം, ആരാണോ അവരെ അംഗീകരിക്കുന്നത് അവരോടൊപ്പം. അത് രക്ഷിതാക്കൾ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടും റെസ്പെക്റ്റ് കിട്ടും. ഈ ഒരു കാര്യം ഇപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ച് 1-2 തവണ കൗൺസിലിങ്ങിൽ വന്നു. ആ കുട്ടിയെക്കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവനെക്കുറിച്ച് ആകെ പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് നടക്കില്ല, സ്വന്തമായിട്ട് യാത്ര പോലായിരുന്നു. പക്ഷേ ആ ഉപ്പ അഡ്മിറ്റ് ആയപ്പോൾ ആ കുട്ടി അവൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് ഉപ്പാനെ പോയി കാണുന്നു. ഉപ്പാക്ക് വേണ്ട ഭക്ഷണം ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഉപ്പയെ പിന്നീട് പറയണത്, അവനിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളെ കുട്ടി സൈക്കിൾ ഓടിക്കോ? ഇല്ലേ, അവനൊന്നും കഴിയില്ലായിരുന്നു നമ്മൾ. രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ, നിങ്ങൾ സൈക്കിൾ വാങ്ങിക്കൊടുത്തു? ഇല്ല, വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇതാണ് ഇതിലെ പ്രശ്നം. നമ്മളൊരു കാര്യം ചെയ്ത് കൊടുത്തിട്ട് നല്ല സപ്പോർട്ടും ധൈര്യം കൊടുത്തിട്ട് ഒരു കുട്ടിക്കൊന്നും കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ. ഇല്ലെങ്കിലോ ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ വളർന്നൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് റെസ്പെക്റ്റ് കിട്ടില്ല.
സമയാവട്ടെ അപ്പൊ കൊടുക്കാം, രോഗമാവട്ടെ അപ്പൊ കൊണ്ട് ചികിത്സിക്കാം. കാലം മാറി വിശക്കുമ്പോ ഉപ്പ വിളിക്കുമല്ലോ. നമ്മൾ പണ്ടെന്ന് വെച്ചാൽ വിശക്കുന്നുണ്ടോ ഉപ്പ, ചായ എടുത്താലോ, അത് ഇവര് ചോദിക്കൂല. വിശക്കുണ്ടെങ്കിൽ നമ്മൾ വിളിക്കണം. വിശക്കുണ്ട് മോനോ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും കൊടുത്തിട്ട് തിന്നിരിക്കും. ഇതാണ് 2 ജനറേഷന്റെ ഗ്യാപ്പ്. ആ ഗ്യാപ്പ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. നമ്മൾ കുറെ അങ്ങ് മുമ്പത്തെ ജനറേഷനാണ് ഉള്ളത്. നമ്മൾ പുതിയ ജനറേഷനിലേക്ക് വരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് കുട്ടികൾ എന്താ അവിടെ വരാത്തത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് പ്രശ്നം. ദയവുള്ള ആത്മവിശ്വാസമുള്ള ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ ഇന്ന് വളർത്തിക്കൊണ്ടുവരാൻ എന്താണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്? അത് നല്ല ആത്മവിശ്വാസത്തോടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കുറേ കാര്യങ്ങൾ ചെയ്യാം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ജീവിക്കാൻ വേണ്ട ധൈര്യം നൽകുക എന്നുള്ളതാണ്. ധൈര്യവും സ്ഥൈര്യവും നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിങ് എന്നുള്ള സംഗതി ഉണ്ട്, അത് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുട്ടി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കോ ഇല്ല എന്നറിയാൻ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നമ്മൾ കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് ഒന്ന് പോവുക, പുറത്ത് പോവുക, അതന്നെ. നമ്മൾ പോകില്ല. നമ്മൾ ഒരുപക്ഷെ ഈ ആണുങ്ങൾ പിതാക്കളെ അതിന് ശ്രദ്ധ പറയാ കുട്ടിനെ ഒറ്റക്കിട്ട് പോകാൻ പറ്റില്ല അറിയാം. ശരിയാ. ഒന്ന് പോയി നോക്കണം. നമ്മൾ പോയി നോക്കി വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പക്ഷെ വിളമ്പി തിന്നുവോന്ന് അറിയില്ല, പട്ടിണി കിടക്കുമോ, അങ്ങനെ വരുന്നത് നമ്മൾ കുറേ ധാരണകളാണ് അതിലൊരു വിഷയം. അപ്പം കുട്ടിയെ കൊടുത്താലൊരു വിഷയമല്ല. ഇനി കുട്ടി നമ്മൾ കല്യാണത്തിന് പോയി, കുട്ടി വരികയാണ്, അപ്പോൾ ഞങ്ങൾ ഇന്ന കല്യാണം ഇവിടെ ഉണ്ട്, ഇവിടെ വന്നോ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണം. ബസ് കയറുമ്പോൾ ഇനി പ്രശ്നമാകും, ഓട്ടോറിക്ഷ അടിക്കുമോ, നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നോക്കും. കുട്ടിക്ക് അതിന് അവസരം കൊടുത്താലോ? കുട്ടി അവിടെ എത്തിയിട്ടുണ്ടാവും. വന്നിട്ട് നമ്മൾ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ആ കെട്ടിപ്പിടിക്കുന്ന വെച്ചാൽ ഒന്നും പറ്റാതെ ഇങ്ങോട്ട് എത്തിയല്ലോ എന്നാണ്. പക്ഷെ എത്തിയ ആ കുട്ടിക്കുള്ളൊരു അംഗീകാരം അപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെ വികാരത്തെ മാത്രം ഉൾക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ കുട്ടിയുടെ ഗ്രോത്തിങ്ങിനെതിരായിട്ട് മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിനും കുട്ടിക്ക് അതിനുള്ള ധൈര്യവും സ്ഥൈര്യം കൊടുത്ത ഒരു പ്രശ്നവും ഇല്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കുറേ ഉമ്മാർ കരയുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയാൽ കരയ തന്നെ. മാത്രമല്ല അവരിങ്ങോട്ട് വരികയാണെങ്കിൽ കയറിയോ, എന്നിട്ട് സീറ്റ് കിട്ടിയോ, എവിടെ എത്തി, ആ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ, ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ, ഇങ്ങനെ. ഇനി അത് വന്നിട്ട് എന്ത്, ഇവനാണെങ്കിലോ അവിടേക്ക് എത്തി വണ്ടിയിൽ കയറാൻ കുറേ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അപ്പോഴേക്കാരം വീണ്ടും കോൾ വരും. പിന്നെ അവൻ പറയാണ് ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഉമ്മ പിന്നെ അവിടുന്ന് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ള നേരം എന്ത് ചെയ്യും, ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് മാപ്പ് എടുത്ത് നോക്കിയിട്ട് അതിന് സ്ക്രീൻഷോട്ട് തന്നെ വിട്ടുകൊടുക്കും. ഇതിനൊന്നും ആവശ്യം ആ കുട്ടിക്കില്ല. പക്ഷെ അതെന്ത് ചെയ്യും, അവനെ എണീറ്റ് ഇനി അഥവാ അവൻ എന്ത് ചെയ്യും, മൊബൈൽ ഫ്ലൈറ്റ് മോഡിലാക്കി നിങ്ങൾ ഉറങ്ങട്ടെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, അവൻ്റെ കൂടെ അവൻ്റെ ചങ്കുകളായ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കായിരിക്കും വിളിക്കുക. അപ്പോൾ പിന്നെ അവരുടെ ഉമ്മ അവർ പറയാൻ തുടങ്ങുന്നത്, നിന്റെ ഉമ്മ വല്ലാത്തൊരു ഉമ്മ തന്നെയാണ് കേട്ടോ, ഞങ്ങൾക്ക് അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട്, അവരൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇത് മനസ്സിലായോ? ചില ഈ അച്ഛനമ്മമാരൊക്കെ ഒരേ റേഞ്ചിലാണ്, പക്ഷെ കാര്യബോധത്തിൽ ഈ ഉമ്മ കുറച്ച് ലോ ലെവൽ പിന്നിലാണ്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ട് എല്ലാം ചെയ്യാൻ പറ്റുക. അതിലേക്ക് എത്തണം. ഇപ്പം എൻ്റെ അടുത്ത് കൗൺസിലർ പറയും, ഓന് 7ാം ക്ലാസ് വരെ എൻ്റെ കൂടെ കല്യാണത്തിന് വന്നിരുന്നു, ഇപ്പോൾ 8ലും 9ലും എത്തി 10ലും എത്തിയപ്പം ഞാൻ കല്യാണത്തിന് വിളിച്ചു പോകാൻ പറയാണ്, നിങ്ങൾ നടന്നോളൂ ഞാൻ വരാം. നോക്കിങ്ങൾ അവൻ എന്നെ അവഗണിക്കുകയാണല്ലോ, ഞാൻ എൻ്റെ അമ്മയല്ലേ അച്ഛനല്ലേ, എന്തായാലും കൊടുക്കേണ്ട മറുപടി. അവൻ വലുതായി വളർന്നു ഒറ്റക്ക് വരാനായി എന്ന് ചിന്തിച്ച് പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടി ആ രംഗത്ത് വളർന്നില്ലേ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ മനസ്സിലുണ്ടാക്കി കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ശരിക്കും എടുത്ത് ഒഴിവാക്കണം. ബാക്കി എന്താ അവശേഷിക്കണം, അതാണ് ശരിക്കും ഒരു ഉമ്മ, ഒരു ഉപ്പ, ഒരു അച്ഛൻ്റെ ഒരു അമ്മ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, കുട്ടിൻ്റെതായ ലെവലിൽ കുട്ടി വളർന്നിട്ടുണ്ട്, ആത്മവിശ്വാസം ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലേ, നമ്മൾ കല്യാണം കഴിഞ്ഞാൽ പോലും പ്രശ്നമാണ്. നമുക്ക് എല്ലാത്തിനും ഉമ്മാനെ ഡിപ്പെൻഡ് ചെയ്യാം, ഉപ്പാനെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ മരിച്ചു പോയാലോ, അവരുടെ ലൈഫ് അവിടെ കൂടി ഇല്ലാതാവും, അവർ കുടുങ്ങിപ്പോവും. എന്നിട്ട് നമ്മൾ പറയും. പിന്നെ ഫസ്റ്റിലെ കുട്ടികൾക്കാണ് ശരിക്കും ഇതൊക്കെ പെടാറുള്ളത്. രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്യും, കാരണം ഉമ്മ അവിടെ കൂടുന്നുണ്ടല്ലോ, ഉമ്മാക്കും ഇപ്പൊ കാര്യം ഒരാൾ കൂടാൻ കിട്ടി, ഉമ്മ പിന്നെ ലെവലിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ പറയുന്നത്, ഓൻ കണ്ടില്ലേ നിന്നേക്കാളും ഉഷാറായില്ലേ. പക്ഷെ ഇവന് നല്ല ഫ്രീഡം കൊടുത്തു, അവിടെ ഫ്രീഡം കൊടുത്തുമില്ല. ആ ഫ്രീഡം കൊടുക്കാത്ത സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പറയും ചെയ്യും. ഇവ എവിടെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നീടാണ് ഇവന് മനസ്സിലാവുന്നത്, എനിക്ക് കുറച്ചൊരു ഫ്രീഡം ഉമ്മ ഇപ്പം തന്നിരുന്നെങ്കിൽ എനിക്കും അവനെ പോലെ അതിലേറെ മാറുമായിരുന്നു.
എന്നിട്ട് അവസാനം പറയും എൻ്റെ ഉമ്മയും അപ്പയും അച്ഛനും അമ്മയും എന്നെ എങ്ങനെ ആക്കിയത് എന്ന് പറയും കൂടി ചെയ്താൽ അത് അവൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് പിന്നെ ആകെ ടെൻഷനാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കരുത്. കുട്ടികളെ എപ്പോഴും ഫ്രീ ആയിട്ട് വിടുക എല്ലാ കാര്യത്തിലും. മാഷ് പറഞ്ഞു വളരെ ശരിയാണ്. എൻ്റെ മകൾ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. അങ്ങനെ ഞാനത് അനുവദിച്ച് അവളെ ബസ്സിൽ കയറ്റി വിട്ടു. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ഞാൻ എന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പിന്നിൽ പോയി അവളെ ഇറങ്ങുന്ന സ്റ്റോപ്പിലെത്തി, അവിടുന്ന് എടുത്തു പിക്ക് ചെയ്തു. അപ്പോൾ അവൾക്കുള്ള കോൺഫിഡൻസ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അവള് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഒരുപാട് തൻ്റെ ഇടം കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ശരിയാണ് അത് വളരെ. ഇതിന്റെ കൂടെ ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ സിനിമക്ക് പോയിരുന്നൊരു കാലം ആലോചിച്ച് നോക്കെ. കാണാതെ, ആരും അറിയാതെ, പറയാതെ, പേടിച്ചിരണ്ട് ഭയന്ന പോവുക. ഇന്നത്തെ കുട്ടികൾ എങ്ങനെ പോണ്? അതെ, അവർ സിനിമ കണ്ടുവരിക. അപ്പോൾ ഒരിക്കൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ എവിടെ പോയിന്ന് വെച്ചു. ഞാൻ കൂട്ടുകാരൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ കാണാൻ വേണ്ടി പോയതായിരുന്നു. കൂളായി. ഏതായിരുന്നു സിനിമേൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയുന്നത് അറിയോ, ഉപ്പ കാണേണ്ട സിനിമയാണ് നിർബന്ധമായിട്ട്, കാരണം നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് കുറെ പോയിന്റ് അതിൽ കിട്ടുന്നു. എന്നിട്ട് അവൻ പോവാണ്. അപ്പൊ അവർ സിനിമ കണ്ടു, എന്താ കണ്ടതെന്ന് പറഞ്ഞു, ആ വിലയിരുത്തി അത് നമ്മളും കാണേണ്ടതാണെന്ന് പ്രേരിപ്പിച്ചു. നമ്മളെ കാലം എന്താ വെച്ചാൽ നമ്മള് കെട്ടുചാടി പോകും, കാണാതെ പോകും, കാശ് ചോദിക്കാൻ പേടിയായതുകൊണ്ട് ചിലപ്പോ മോഷണം നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോ ഇവരും നമ്മളും തമ്മിൽ നോക്കുമ്പോ ഏത് ജനറേഷനാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ. ശരിയാണ്. ഇതാണ് ഈ കുട്ടികൾ നമ്മൾ കൊടുക്കേണ്ട പ്ലസ് പോയിന്റ്. 100% ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് രക്ഷിതാക്കൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്. എത്ര നല്ല കൂട്ടുകെട്ടുകളാണെങ്കിലും കുട്ടികളെ അത് അങ്ങനെ അംഗീകരിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാറില്ല. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാടുള്ളത്? കൂട്ടുകാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് കുട്ടികളെ അകറ്റുക എന്നാണ് അതിനുള്ള മറുപടി പറയാനുള്ളത്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂട്ടുകാരില്ലാതെ എങ്ങനെ ജീവിക്കുക? മനുഷ്യനൊരു സോഷ്യൽ അനിമൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കൂട്ടുകാർ നിർബന്ധമായിട്ട് വേണം. ഈ ആൽഫ ജനറേഷൻ്റെ ഒരു പ്രത്യേകത, അവരുടെ കൂട്ടുകാരെ നമ്മൾ കുറ്റപ്പെടുത്താനേ പാടില്ല. അവരൊരു പക്ഷേ ഒരു കുട്ടി എന്തെങ്കിലും ഒരു ആപത്തിൽപ്പെട്ട സമയത്ത് ഈ കൂട്ടുകാരായിരിക്കും അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക. ഉപ്പ എവിടെയുള്ളത്? വീട്ടില്, അല്ലെങ്കിൽ ഉപ്പ ഗൾഫില്, ഉമ്മ വീട്ടില്, എല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ വരുള്ളൂ. അപ്പൊ അവനാ കൊണ്ടുപോയതും എടുത്തതും കിടത്തിയതും ഡോക്ടറെ കണ്ടതും അവന്റെ കൂടെ നിന്നതും അവനെ സമാധാനിപ്പിച്ചു ആകുന്ന ഈ ചങ്കുകൾ എന്നാ പറയാ. ഈ ഫ്രണ്ട്സ് വേണ്ട എന്നെങ്ങനെ പറയാം? അതുകൊണ്ട് ഫ്രണ്ട്സുകൾ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. കളിക്കണമെങ്കിൽ ഫ്രണ്ട്സ്, യാത്ര പോകണമെങ്കിൽ ഫ്രണ്ട്സ്, അഭിപ്രായം പോലും ചിലപ്പോൾ ചോദിക്കലും ഉപ്പാനോടും ഉമ്മാനോടും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ, ഫ്രണ്ട്സിനോടാണ്. ചില രക്ഷിതാക്കൾക്ക് കുട്ടി പഠിക്കുന്ന കോഴ്സ് പോലും അറിയില്ല, പക്ഷെ ഫ്രണ്ട്സിനെ അറിയും. ചിലപ്പം രക്ഷിതാക്കളോട് വിളിക്കുന്നുണ്ടല്ലോ കുട്ടി, പക്ഷെ എന്തായാലും കൂട്ടുകാർ വഴി എല്ലാം അറിയും. അപ്പൊ കൂട്ടുകാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കൂട്ടുകാരിൽ നിന്നൊരിക്കലും മക്കളെ അകറ്റാൻ പാടില്ല. ഒന്ന്. എന്നാൽ കൂട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു പണ്ഡിതന്റെ വാക്കിങ്ങനെയാണ്, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ 3 വിഭാഗമാണ്. 3 വിഭാഗം. അതിലൊന്ന് അദ്ദേഹം പറയുന്നത് അത് രോഗം പോലെയാണെന്നാണ്. അവൻ വരുന്നത് തന്നെ പേടി, രോഗം വരുന്നത് നമുക്ക് എല്ലാവർക്കും പേടിയാണ് എന്നതുപോലെ. രണ്ടാമത് പറഞ്ഞത് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ അത് ഔഷധം പോലെയാണ്. ഔഷധം നമ്മൾ രോഗം ഉണ്ടാവും മാത്രം ഉപയോഗിക്കും എപ്പോഴെങ്കിലൊക്കെ, അതോ അവനവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ, അതും ഒഴിവാക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലെയാണെന്ന്. എന്നാൽ ജീവിതത്തെ നിലനിർത്തുന്ന മൂല്യങ്ങൾ നിലനിർത്തുന്ന കൂട്ടുകാരുണ്ടാവണം. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കൂട്ടുകാരെ നിലനിർത്താനാണ്? ഭക്ഷണം പോലെയുള്ള കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്. രക്ഷിതാക്കൾക്ക് അതിലെന്താ പങ്ക്? രക്ഷിതാക്കൾക്ക് കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാട് രക്ഷിതാക്കൾ മനസ്സിലാക്കിയാൽ, നിലവിൽ ഇവര് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവനോട് മിണ്ടരുത്, അവൻ്റെ തോൾ പിടിക്കരുത്, അവൻ്റെ കൂടെ നടക്കരുത് എന്നുള്ള കാര്യത്തിന് രക്ഷപ്പെടാൻ ഇത് പറ്റും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ അല്ലെങ്കിൽ മഹാന്മാരൊക്കെ കുട്ടിയോട് പറയാനുള്ളത്, നീ ഏതിലെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല, ആരെയും കൂട്ടുകൂടിയാലും ഒരു പ്രശ്നമല്ല, പക്ഷെ എന്ത് ചെയ്യണം? നീ നല്ല കുട്ടിയാകണം, നല്ലൊരു മനുഷ്യനാവണം. ദാറ്റ്സ് ഓൾ. അത്ര മതിയല്ലോ, അതിലെല്ലാം പെട്ടല്ലോ. അതെ. അതിന് മതം വേണോ വേണ്ട ഒക്കെ വേറെ കാര്യം, പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും. കാരണം മരിക്കുവോളം അവൻ ആർക്കും എന്താവാൻ പാടില്ല, ആരുടെയും ലൈഫിന് ഭാരമാകാനോ പ്രതിരോധം തീർക്കാനോ പാടില്ല. വീടിനും കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഒരു നല്ല കുട്ടിയായിട്ട് മാറുക എന്നുള്ളതിന്
സ്വാഭാവികമായിട്ടും കൂട്ടുകെട്ട് അനിവാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിലും വഴി തെറ്റുന്നില്ലേ എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മോൻ്റെ കൂട്ടുകാരെ ഞാൻ അറിഞ്ഞാൽ മതി, അവരെ ഞാനും കോണ്ടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല അവരെ വീട്ടിലേക്ക് ഇവനെയും കൂട്ടി ടൂറ് പോയാൽ മതി, അവിടെ നിന്ന് താമസിച്ചാൽ മതി. അവരുടെ കൂട്ടുകാരൻ നമ്മളും ഇങ്ങോട്ടും കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് നമുക്ക് ഇവരെ കുറിച്ച് എല്ലാവരെ കുറിച്ചും നല്ലൊരു കാഴ്ചപ്പാടായി. പിന്നെ നേരത്തെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആവേണ്ടത് അവൻ്റെ പിതാവ് തന്നെയാണ്, പെൺകുട്ടിയുടേത് ഉമ്മയാണ്. കാരണം രക്ഷിതാക്കൾ തന്നെയാണ് അവിടെ എല്ലാം ആകേണ്ടത്. നമുക്കാകാനുള്ള കഴിയാത്ത കുറവുകൾ ആര് നികത്തുന്നുണ്ട്? കൂട്ടുകാർ നികത്തുന്നുണ്ട്, കൂട്ടുകാരികൾ നികത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടിയുടെ വളർച്ച ലക്ഷ്യം വെക്കുമ്പോൾ അതിലേക്കൊക്കെ അവരുടേതായ സഹായങ്ങൾ പലരും നൽകുന്നുണ്ട്, സ്വാധീനങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരും എന്ത് ചെയ്യാൻ അവഗണിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ നമുക്ക് അവഗണിക്കാൻ പാടില്ല. പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുസരണ എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറ്റം മാറിയിരിക്കുന്നു. നമ്മളുടെ കാലത്തുണ്ടായിരുന്ന അനുസരണയല്ല ഇന്നത്തെ അനുസരണ. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾ മാറിയിട്ടില്ല. അനുസരണയെ രക്ഷിതാക്കൾ എങ്ങനെ കാണണം ഇന്നത്തെ കാലത്ത്? അനുസരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗതി അനുസരിക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് കേട്ടാൽ പോരാ, അനുസരിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടാൽ പോരാ, അനുസരിക്കണം. മകനും അത് കേട്ടാൽ പോരാ, അനുസരിക്കണം. അനുസരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹവും ബന്ധവും നിലനിർത്താൻ വളരെ ആവശ്യമാണ്. കുട്ടികളെ അനുസരിപ്പിക്കരുത്, അതാണ് വിഷയം. അനുസരണം എന്ന സ്വാഭാവികമായിട്ടൊരു കാര്യം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് അത് അംഗീകരിക്കലാണ് ശരിക്കുള്ള അനുസരണം. മറ്റതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിർബന്ധപൂർവ്വം ഉള്ളൊരു അനുസരണം ഉണ്ടാവും. കാണുമ്പോൾ പിതാവിന് എൻ്റെ കുട്ടി എന്നെ അനുസരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവൻ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ടാവും. അത് ശരിക്കും മനസ്സിൽ എതിർത്തുകൊണ്ടായിരിക്കും അപ്പൊ അതിനൊന്നുണ്ടാവില്ല, അതിനൊരു ആത്മാവ് ഉണ്ടാവില്ല. എന്താ പറയാ, അതിനൊരു ആത്മാവ് ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല. അങ്ങനെ പറയുള്ളൂ. അങ്ങനെ നിർബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം അനുസരിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ നമുക്ക് നേടാനും ഇല്ല, അവനിൽ പ്രത്യേകിച്ച് വളർച്ചയില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഒരു കാര്യം കുട്ടി അനുസരിക്കുന്നില്ല നമ്മൾ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് സീരിയസ് ആയ കാര്യമായിരിക്കും. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സീരിയസ് ആയി മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ല, അത്ര പ്രാധാന്യം അർഹിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞപ്പോൾ കേൾക്കാതിരുന്ന അനുസരിക്കാൻ ഓനത് സില്ലി മാറ്ററായി തോന്നിയിട്ടുണ്ടാവും അവന്റെ ബുദ്ധിയിൽ. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അനുസരണക്കേട് എന്ന സംഗതി ഇല്ല. എന്നാലോ ധിക്കാരം പാടില്ല, അത് വേറൊരു കാര്യം. ധിക്കാരം വേറെ ഒന്നാണ്. അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾക്കാണ് പോയി വാങ്ങിക്കൂടെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ, നിങ്ങളൊരു മനുഷ്യനല്ലേ, ഞാൻ തന്നെ ഇത് കൊണ്ടുവന്നിരുന്നോ, അതൊക്കെ ഒരു ധിക്കാര സ്വരാണ്. അതൊരിക്കലും ഒരു മാതാവിനോട് പിതാവിനോട് കുട്ടി പറയാതിരിക്കാൻ നല്ല, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അത് അവരുടെ മനസ്സിന് വല്ലാത്ത ഷോക്ക് കേൾക്കും. പിന്നെ സ്വാഭാവികമായിട്ട് എന്തെല്ലാം ചാബല്യങ്ങൾ ഈ മാതാപിതാക്കൾക്കുണ്ടെങ്കിലും കുറേയൊക്കെ അവരെ കേൾക്കാനും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ വളരുകയാണ് വേണ്ടത്. അവിടെയാണ് നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിത വീക്ഷണം ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചും കൂടെ ആലോചിക്കുമ്പോഴാണ് ഇവിടുത്തെ എല്ലാ കുറവുകളും അവിടെ പരിഹരിക്കുന്നു, ഇവിടുത്തെ എല്ലാ താഴ്ചകളും അവിടെ നമുക്ക് ഉയർച്ച നൽകും തോന്നുകയാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യം അല്ല. അപ്പോൾ ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. അത് പറയുന്നത് കമ്പൽസറി അല്ല, പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ളൊരു അനുസരണമാണ് പറയുന്നത്. എന്നാൽ ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അനുസരിക്കേണ്ട വേണം. അപ്പോൾ ഈ രണ്ട് അനുസരണത്തെ നമുക്ക് ഇങ്ങനെ പറയാം. എന്ത് കാര്യം പരസ്പരം കൂടി അങ്ങോട്ട് ആലോചിക്കുക, കൂടി ആലോചിച്ചാൽ എല്ലാ കാര്യം നടക്കും. അവൾ പറയാം നമുക്ക് നാളെ പോകണ്ട, മറ്റന്നാൾ പോവാം. അപ്പോൾ ഇയാൾ പറയണേ മറ്റന്നാൾ പോയിട്ട് ഇന്ന് പോകുന്നതിനേക്കാൾ മറ്റന്നാൾ പോയാൽ എന്താ ഗുണം? അപ്പോൾ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ അവരും വരും അവിടെ, എന്നാൽ പിന്നെ ആ വീടും കൂടി സന്ദർശിച്ചിട്ട് അവിടെയും കൂടിയും കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോന്നാൽ അതും കൂടിയാണ് നടക്കൂലെന്ന് ചോദിക്കുമ്പോൾ കൈ കൊടുക്കാൻ കഴിയണം. അതൊന്നും പറ്റില്ല, ഞാൻ നാളെ തീരുമാനിച്ചാൽ നാളെ തന്നെ പോകണം എന്ന് പറഞ്ഞാൽ അത് ധിക്കാരമായി, അനുസരിപ്പിക്കലായി. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഭാര്യ കൂടെ ജീവിച്ചാലും നമുക്ക് വേണ്ടി എന്തെല്ലാം പാചകം ചെയ്ത് തന്നാലും പക്ഷെ അവിടെ മനസ്സിലുണ്ടാവും തൃപ്തിയോടെയല്ല ചെയ്യണത്. തൃപ്തി ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ എന്തായാലും എൻ്റെ ഫലം നെഗറ്റീവായിരിക്കും, ആർക്കും അത് അനുഭവിക്കാൻ കഴിയില്ല. പണ്ടത്തെ അനുസരണത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഒരു 6 മണിക്ക് എത്തണം, 6 മണിക്ക് എത്തണം, എത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെ കത്തി തന്നിട്ട് വടി വെട്ടി കൊടുത്തിട്ട് നമ്മളെ തന്നെ അടിച്ചിട്ട് കയറ്റുന്ന രീതിയാണ്. അതെ, എല്ലാ വീട്ടിലും ഈ ഒരു പട്ടാളച്ചിട്ട ആയതുകൊണ്ട് അതൊരു തിന്മയായിട്ട് അന്നത്തെ തോന്നിയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇത് കുട്ടികൾ തന്നെ മാറി. കുട്ടികൾ തന്നെ നമ്മളായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്യാനും നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കണം, അനുസരിക്കണം. നമ്മളൊരു 5 കാര്യം അവർ പറയുന്ന അനുസരിക്കുമ്പോൾ നമ്മളൊരു 3 കാര്യങ്ങൾ അവർ അനുസരിച്ചാൽ മതി.
അങ്ങനെ ചെയ്താൽ തന്നെ പിന്നെ എന്താ പറയുക, പിന്നെ അവർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുക. ഉം. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ, എന്നാ അങ്ങോട്ട് കേൾക്കുള്ളൂ, അങ്ങോട്ടുണ്ടോ, അങ്ങനെ വരും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അവരങ്ങോട്ട് കേൾക്കൽ തുടങ്ങും. ഉം. ഈ ടെസ്റ്റിൽ പാസ്സാവുക എന്നുള്ളതാണ് ഉം. അനുസരണമുള്ളൊരു തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തോന്നുന്നു. പഴയ തലമുറയിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു പാഠം അത് ഇനിയുള്ള തലമുറക്കും കൂടി ബാധകമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ കുറേ ആലോചിക്കാറുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. പക്ഷേ അതിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ആൻസർ, അവർ എന്താണെങ്കിലും ഉള്ളതിൽ അങ്ങോട്ട് തൃപ്തിപ്പെടുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊരു കാര്യമാണെങ്കിലും, അതിനൊരു രോഗം വന്നാലും ഈ ഭക്ഷണം ഇല്ലെങ്കിലും പട്ടിണിയാണെങ്കിലും അതൊക്കെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് കൊണ്ടാടിയിരുന്ന ആളുകൾ. ഒരു പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ ഒരു കാലത്ത് ജീവിച്ച്, ഹാപ്പിനെസ് ആണ് തോന്നുന്നില്ല, പക്ഷെ എന്നാലും അത് വലിയ പരാതിയായി കണ്ടിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത് ഉള്ളതിൽ അവർ തൃപ്തിപ്പെടുന്നു. ആയിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതിനൊരു കാരണം ചുറ്റുവട്ടത്തും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ്, അതുകൊണ്ടൊരു വിഷയമല്ല, പ്രശ്നമല്ല. പക്ഷെ എന്നാലും ആ ഉള്ളതിൽ അവർ അവരുടേതായ അഭിമാനത്തെ കാത്ത് സൂക്ഷിച്ച് സംരക്ഷിച്ചു പോയിരുന്നു. പിന്നെ ഇതിനേക്കാൾ ഭയങ്കര സൗഹൃദവും സ്നേഹവും കാരുണ്യമൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു കല്യാണത്തിനൊക്കെ പോകുന്ന ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പകാലത്ത് എല്ലാവരും ഒന്ന് അങ്ങോട്ട് പന്തലിട്ട് ചെയ്യുക, എല്ലാവരും കൂടെ അങ്ങോട്ട് ചോറുണ്ടാക്കും, എല്ലാവരും കൂടെ അങ്ങോട്ട് വിളമ്പും, വയൻ്റെലൊക്കെ എല്ലാവരും കൂടെ പോകും. അങ്ങനെ പറഞ്ഞാൽ അതൊരു എല്ലാം നാട്ടുത്സവങ്ങളായിരുന്നു. കല്യാണം നാട്ടുത്സവം, നമുക്ക് നാട്ടുത്സവമാണെങ്കിൽ ഉത്സവം വരണം, അതെ, ക്രിസ്മസ് വരണം, ഓണം വരണം, പെരുന്നാൾ വരണം, അങ്ങനെയല്ല. അന്ന് എല്ലാം അങ്ങനെ തന്നെ. ഒരു വീട്ടിൽ ഇനി ഒരു രോഗി ഉണ്ട് പറഞ്ഞാൽ അവിടെ എല്ലാവരും അവിടെ ഉണ്ടാവും, മരിച്ചു പറഞ്ഞാൽ അവിടെ എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പോൾ പന്തളിയാണെങ്കിലും മുമ്പത്തെ കാലത്ത് ഇനി പന്തളിയാണെങ്കിലും അവിടെ എല്ലാവരും കൂടിയിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് കൂടുതലായിരുന്നു. ഉള്ളതിൽ അവർ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ച് ഈ തലമുറ മനസ്സിലാക്കണം എന്ന് എപ്പോഴും തോന്നാറുള്ള കാര്യം. പക്ഷെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിയാണ് എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം ഞാൻ ഇത് മാത്രം പറഞ്ഞൊതുക്കി. പുതിയ തലമുറ ഓരോ ദിവസവും രക്ഷിതാക്കളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പല കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ തലമുറയ്ക്ക് രക്ഷിതാക്കളുമായിട്ടുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ പറഞ്ഞു രക്ഷിതാക്കൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരുപാട് കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, പല കാരണങ്ങളാൽ അകന്നു പോകുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ രക്ഷിതാക്കളെ ചേർത്ത് പിടിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? മൂല്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് രക്ഷിതാക്കൾ കാണുന്ന മൂല്യങ്ങളല്ല കുട്ടികൾ കാണുന്നത്. രക്ഷിതാക്കളെ പറഞ്ഞ് വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർ പലപ്പോഴും സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന മൂല്യങ്ങൾ രക്ഷിതാക്കൾക്ക് മൂല്യങ്ങളല്ല എന്നും, രക്ഷിതാക്കൾ കൊടുക്കുന്ന മൂല്യങ്ങൾക്ക് ഇന്ന് സത്യത്തിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് രക്ഷിതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയാതെ വരാറുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതിലെനിക്ക് തോന്നുന്നത്, കുടുംബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കുടുംബം. ഞാൻ ജനിച്ചത് എൻ്റെ കുടുംബത്തിൽ, പഠിച്ചത് കുടുംബത്തിൽ നിന്ന്, പലതും വായിച്ചതും വളർന്നൊക്കെ എൻ്റെ കുടുംബം. അപ്പം ഈ കുടുംബം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. കുടുംബത്തിൻ്റെ മാതാവ് പിതാവ് എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ എഞ്ചിനാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ന്യൂട്രൽ സ്വഭാവത്തിലേക്ക് കുട്ടികൾ പോകുമ്പോഴാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാത്തിനുള്ള ഉത്തരം എന്നാൽ, ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നതോട് കൂടിയിട്ട് അവൻ എന്താ കാണുന്നത് അതിൻ്റെ പിന്നാലെ അവൻ പോകാൻ തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് കുടുംബത്തിൻ്റെ ഈ ഭദ്രതയും സുരക്ഷിതത്വമൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അതിൽ സോഷ്യൽ മീഡിയക്ക് പങ്കുണ്ടാവാം, കൂട്ടുകാർക്ക് പങ്കുണ്ടാവാം, നാട്ടുകാർക്ക് പങ്കുണ്ടാവാം, ആർക്കും പങ്കുണ്ടാവാം. ഒരുപക്ഷെ പഠിപ്പിക്കുന്ന അധ്യാപകന് പോലും പങ്കുണ്ടാവാം ഒരു കുട്ടിയുടെ വളർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ യൂണിറ്റിനെ മനസ്സിലാക്കുകയും ഈ ദുനിയാവിൽ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതും ഞാൻ കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടതും ഈ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ടാണ് എന്നതിലേക്ക് മക്കൾ എത്തണം. എത്താതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഉത്തരവാദിത്വ ബോധവും ഈ ഒരു സ്നേഹവും ഈ അടുപ്പവും കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അവൻ കുറേ അങ്ങ് പോകും. എന്നിട്ട് പിന്നെ അവനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പറയും, കുടുംബമൊക്കെ അല്ലേ, കുടുംബമൊക്കെ ഉണ്ട്, പക്ഷെ പോകണമെന്നുണ്ട്, പക്ഷെ അവന് പോകാൻ കഴിയാത്ത അത്രത്തോളം അവൻ വഴിതെറ്റി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്ന, കുടുംബത്തിലൊരു മാസത്തിലൊക്കെ ഒന്നിച്ച് കുട്ടികളുടെ കൂടെ ഇരിക്കുക, കുടുംബത്തിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, പിതാവിൻ്റെ വരുമാനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് മക്കൾക്ക് കൊടുക്കുക, നമ്മൾ വന്ന വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കുറേ ഞങ്ങൾ നടന്നാണ് പോയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബോറാക്കുന്നതിന് പകരം അന്നത്തെ കാലം അങ്ങനെ, ഇന്ന് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്,
അതുകൊണ്ട് അന്നത്തേക്കാൾ നല്ല ഭദ്രമായ ഒരു കുടുംബം നമുക്ക് വേണമെന്നൊരു കാഴ്ചപ്പാട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുട്ടികളെ വഴിതെറ്റുന്നില്ല നമുക്ക് അല്പമെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും ലിബറൽ ഐഡിയാസും അതിൻ്റെ ഇടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ യുവത. അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, ഇന്നത്തെ കുടുംബത്തിൻ്റെ ചിന്താഗതികൾ പലപ്പോഴും പഴഞ്ചനായിട്ടും ഐഡിയാസ് വളരെ ലിബറലും വളരെ പുരോഗമനം എന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായ രീതിയിൽ പുരോഗമനപരമായിട്ടുള്ളതുമായിട്ടുള്ള ഐഡിയാസാണ് ഇന്നുള്ളത്. ആ യുവതയോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെ അവർക്കത് ബാലൻസ് ചെയ്യാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ വല്ലാതെ ഡീപ്പായി ഇനിയും പഠിച്ച് പറയേണ്ട കാര്യമാണ്. എന്നാലും അതിന് ചെറിയ വശങ്ങളെ പറയാം. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും കാത്ത് സൂക്ഷിച്ചു പോരുന്ന കുറേ വാല്യൂസ് ഉണ്ട്, മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും. വാല്യൂസുകളെ തകർക്കുക എന്നുള്ളിടത്താണ് ശരിക്കും ലിബറലിസത്തിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ലിബറലിസത്തെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ ലിബറലിസത്തിൻ്റെ ലക്ഷ്യം ഏതായിരുന്നാലും ശരിയല്ല. ലിബറലിസത്തിനെ ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ലക്ഷ്യം ശരിയല്ല, തെറ്റാണ്. അതിൽ പറയാറുള്ളത് ഇപ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ കുടുംബം ചരിത്രപരമാണ് എന്നാണ്. കാട്ടിൽ കുറേ കാലം ജീവിച്ചു, പിന്നെ നാട്ടിലേക്ക് ഇപ്പോൾ തുന്നഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുക, ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ആദമും ഹവ്വയും ഒരുമിച്ച് വന്നു, കുടുംബത്തെ ദൈവം സ്ഥാപിച്ചു, അതിലെ അവർ ഇണകളായി തുണകളായി ജീവിച്ചു. ഭൂമിയിൽ ഒരാൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? തോന്നിയ പോലെ ജീവിക്കാമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഏതായാലും അത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള ദൈവ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങളാണ് എന്ത്? വാല്യൂസ്. ഇതൊരു മതം എന്നതിലേക്ക് പഠിക്കരുത്. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആർക്കും പാലിക്കാം. ഇപ്പോൾ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞു, ഞാൻ കുടിക്കുന്നില്ല, നിങ്ങളും കുടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസമല്ല, ഒരു അമുസ്ലിമാണ്, കുടിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമല്ലേ, എനിക്കുമില്ല എന്നതുപോലെയാണ്. ഈ വാല്യൂസിനെ മനസ്സിലാക്കുന്നിടത്താണ് ലിബറലിസത്തിൻ്റെ ഒരു തെറ്റ്. രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിനൊക്കെ കുറേ താല്പര്യങ്ങൾ കുട്ടികളിലൂടെ ഉണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ ലൈഫ് നമ്മുടേതാണ്, നമ്മൾ ആരും ഒന്നും കമ്മിറ്റ്മെൻറ്റ് ചെയ്യണം, അത് ഇവിടെയൊക്കെ നമ്മൾ തോന്നിയ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നതിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ധാരാളം അരാജകത്വത്തിലേക്ക് കുട്ടികളെത്തും. കുട്ടികൾക്കാണെങ്കിലോ അവരുടെ ഈ ടീനേജ് പ്രായവും കൗമാരപ്രായമൊക്കെ അതിനാണ് അവരുടെ ശരീരത്തിൽ വളർന്നു വരുന്ന എല്ലാ ഹോർമോണുകളും അതിലേക്ക് അവരെ കൊണ്ടുപോകണം. ഉമ്മയും അങ്ങനെ പോകല്ല എന്ന് പറയാണ്. ഞാൻ ഇവിടെ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ അതിലെനിക്ക് നല്ലൊരു പോയിന്റ് കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഉമ്മ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 3 വയസ്സായ കുട്ടിയെ ഏൽപ്പിച്ചു പോയി. ഇവനെ നോക്കണം, ഇവളെ നോക്കണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഒന്ന് സ്റ്റൂളുമ്മ കയറുകയാണെങ്കിലും ജനലുമ്മ കയറുകയാണെങ്കിലും ഫ്രിഡ്ജ് തുറക്കുകയാണെങ്കിലും സ്വിച്ച് ബോർഡ് പോയിട്ട് സ്വിച്ച് ഇടുകയാണെങ്കിലും ഒക്കെ അവൾ ഇങ്ങനെ കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ 3 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തിനും എൻ്റെ എത്താത്ത തടസ്സമാണ്. യഥാർത്ഥത്തിലോ ഇതാണ് ഈ കുട്ടിയുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ ആരുടേത്? ലിബറലിസത്തിൻ്റെ കാഴ്ചപ്പാട്. ആ താത്തയുടെ കാഴ്ചപ്പാടിലാണ് ആരുള്ളത്? ലിബറലിസത്തിൻ്റെ എതിരെ നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഉള്ളത്. അപ്പം എല്ലാ മനുഷ്യരും എപ്പോഴും ഈ അറിയപ്പെടുന്ന സത്യങ്ങളെയും വാല്യൂസിനെയും നിലനിർത്തുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് നമ്മളെ യൂത്തും യുവതയും പിന്നെ അതുപോലെ തന്നെ യുവതികളും വരണം, വിദ്യാർത്ഥി സമൂഹം വരണം എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് ലൈഫ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് കുടുംബത്തിൻ്റെ ഓരോന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ അടുത്ത് വായിച്ചൊരു കാര്യം പറയാം. ഒരു കുട്ടി വിവരം നേടുന്ന സമയത്ത് വിവരമാണ് നേടേണ്ടത്. വിവാഹത്തിൻ്റെ സമയമാകുമ്പോഴേ ആ കുട്ടി വിവാഹത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ. ഇന്ന് ചെയ്യുന്ന എന്താ വെച്ചാൽ ആ കുട്ടി വിവരം നേടുമ്പോൾ തന്നെ കുട്ടിയെ ലിബറലിസം വിവാഹത്തിലേക്കുമില്ല, വിവാഹം തന്നെ വേണ്ടെന്നാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഭാര്യയുടെ ഉപ്പാപ്പുറത്ത് നമ്മളെ കൈയൊക്കെ പിടിച്ച് ഞാൻ നിനക്ക് എൻ്റെ മകളെ ഇണയാക്കി തന്നു എന്ന് പറഞ്ഞു. അത് അന്നത്തെ കാലം, അത് ശരിയാണ്. പക്ഷെ ഇന്ന് ഇതും ശരിയാണ് എന്നതിലേക്ക് എത്തിച്ചിട്ട് കുടുംബ ബന്ധങ്ങൾ നടപ്പാക്കേണ്ട കുടുംബത്തിന്റെ എല്ലാവിധ മഹിതമായ പാരമ്പര്യത്തെയും തകർക്കാനാണ് ശരിക്കും എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെടുക്കും. നമ്മളെ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കേണ്ടാത്തൊരു വിഷയം എനിക്ക് തോന്നലുണ്ട്. കാരണം എന്താ അറിയോ, ന്യൂട്രാവ് എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി ന്യൂട്രാവ് എന്ന് പറഞ്ഞാൽ കാർ ഓടിക്കുന്ന ആർക്കും അറിയും, വാഹനം ഓടിക്കുന്ന ആർക്കും അറിയും. കാരണം പ്രധാനപ്പെട്ട എഞ്ചിനിൽ നിന്ന് നീ ലൂസ് ആവുന്നതാണ്, വണ്ടി എങ്ങോട്ടാ പോവാ എന്നതുപോലെ അച്ഛനും അമ്മയിൽ നിന്ന് അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടുവന്ന മൂല്യങ്ങൾ വാല്യൂസിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലിബറലിസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ
ഒരു അരാജകത്വം നിറഞ്ഞൊരു നാശത്തിലേക്ക് കൊണ്ടുപോകണത്. കൊണ്ടുപോകുക എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാണ്? എങ്ങനെയാണ് അദ്ദേഹം സ്വാധീനിച്ചത്? ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികൾ പറയുമ്പോൾ കുറേ ആളുകൾ നമുക്ക് പറയേണ്ടി വരും. അതിൽ ഞാൻ എന്നെ +2 കഴിഞ്ഞതിന് ശേഷം പഠനമെല്ലാം നിർത്തി ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെറിയ വർക്കൊക്കെ എടുത്ത് അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിലാണ് ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തു താനൂർ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു, R. യൂസുഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷമായിരുന്നു എൻ്റെ പ്രസംഗം. പക്ഷെ ഞാൻ അന്നൊരു കുട്ടി പ്രായമാണെങ്കിലും അതെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം എന്നെ ചേർത്തിരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരണം, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ കുറേ പറയാനുള്ള കഴിവുണ്ട്, പ്രത്യേക ശൈലിയുണ്ട് എന്നൊക്കെ കൊണ്ട് അയാൾ എന്നെ വല്ലാതെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഡിഗ്രി എടുക്കാൻ പോകുന്നത്. പിന്നെ ആ ഒരു കാര്യം ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും ഞാൻ നോക്കും. പിന്നെ എന്ത് പ്രോഗ്രാമിൻ്റെയും എല്ലാ വർക്ക്ഷോപ്പിലും പങ്കെടുക്കും, എല്ലാ കോഴ്സിലും ചേരും, പ്രത്യേകിച്ച് ഈ പ്രഭാഷണ മേഖലയിൽ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രഭാഷണ മേഖല നമുക്ക് പലതും കിട്ടാൻ തുടങ്ങുമല്ലോ. സമ്മാനം കിട്ടും, ചിലപ്പോൾ ഒരു പൊന്നാട കിട്ടും. ഇതൊക്കെ നമുക്ക് ഇതിലിങ്ങനെ വളരാൻ വീണ്ടും വീണ്ടും വീണ്ടും. അപ്പം അയാളുടെ ഒരു വർത്തമാനമാണ് എനിക്ക് വല്ലാതൊരു കാര്യമായിട്ട് തോന്നിയത്. അങ്ങനെ ഓരോ വ്യക്തികളുണ്ട്, അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് മാത്രം പറയാം എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഒരു അഡ്വൈസ് ഇത് കാണുന്ന പ്രേക്ഷകൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തെ മാറ്റാൻ ഗതിയുള്ളൊരു അഡ്വൈസ് അതെന്തായിരിക്കും? ധാരാളം അഡ്വൈസ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. നല്ല APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോഴ്സാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അത് റീഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ വായനയാണെങ്കിലും പിന്നെ ഓഫ്ലൈൻ വായനയാണെങ്കിലും ഓൺലൈൻ വായനയാണെങ്കിലും വായനയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഊന്നേണ്ടതെന്നുള്ളത്. ഒരു വ്യക്തി സംസ്കരിക്കപ്പെടുന്നതും കുടുംബം സംസ്കരിക്കപ്പെടുന്നതും നാടിനെ അറിയുന്നതൊക്കെ ശരിക്കും അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടാനുള്ള നല്ലൊരു ഇടമാണ് വായന എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹം പിറകിലാണ് എന്ന് ഞാൻ പറയുന്നത് തെറ്റാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഫീൽഡിലുള്ളവർ വായിക്കുന്നുണ്ട്. അപ്പോൾ അധ്യാപനം കാണുന്ന സമയത്ത് ഞാനൊക്കെ അധ്യാപനമാണ് വരെ വായിച്ചിരുന്നു. അധ്യാപന ശേഷം പിന്നെ വായന നിർത്തി എന്നുള്ളത്. അതുകൊണ്ട് വായിക്കുന്ന ജനതയായിട്ട് മാറണം, തലമുറയായിട്ട് എല്ലാവരും മാറണം എന്ന് എനിക്ക് പറയുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ കോഴ്സ് ഇതാണ്. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ, കഴിഞ്ഞ കാലം ഒരു വേസ്റ്റ് പേപ്പറാണ്. പ്രസൻറ്റ് ഈസ് എ ന്യൂസ് പേപ്പർ, വർത്തമാനകാലം ഒരു ന്യൂസ് പേപ്പർ പോലെയാണ്. കാര്യം പുതിയ ചിത്രങ്ങൾ, പുതിയ വാർത്തകൾ, പുതിയ എഡിറ്റോറിയലുകൾ. ഫ്യൂച്ചർ ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ, ഭാവി എന്ന് പറഞ്ഞാൽ ധാരാളം ചോദ്യങ്ങൾ. ഉമ്മയാകുമ്പം, ഉപ്പയാകുമ്പം, ഗ്രാൻഡ് അമ്മ ആകുമ്പോൾ, ഒരു കലക്ടറായാൽ ഒരു അങ്ങനെ എന്തൊക്കെ എവിടേക്ക് എത്തി അവിടെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, റീഡ് ആൻഡ് റൈറ്റ് വെരി വെൽ. നിങ്ങൾ നന്നായി വായിക്കുകയും എഴുതുകയും വേണം. അതും കൂടെ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതർവൈസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലൈഫ് വിൽ ബി എ ടിഷ്യൂ പേപ്പർ. നിങ്ങളുടെ ലൈഫ് ഒരു ടിഷ്യൂ പേപ്പറായി മാറും. നോക്കൂ, നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഒന്ന് വേസ്റ്റ് പേപ്പർ, മറ്റൊന്ന് ന്യൂസ് പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ, നാലാമത്തത് ടിഷ്യൂ പേപ്പർ. ഇതിലേറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന പേപ്പർ ന്യൂസ് പേപ്പറാണ്. അങ്ങനെ എല്ലാവർക്കും ന്യൂസ് പേപ്പർ ആവാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ശുഭം. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്കൾ ഭാവിയിൽ ഇനിയും ഷോയിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ എനിക്ക് കഴിയാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സിനെ എങ്ങനെയാണ് നിങ്ങൾ നിർവചിക്കുന്നത്? നിങ്ങൾ സക്സസ്ഫുൾ ആണോ? അല്ലാതെ ചോദ്യമാണ്. ജീവിതത്തിൽ സക്സസ്ഫുൾ ഒക്കെ ചോദിച്ചാൽ ഒക്കെ അഡ്ജസ്റ്റ് പോവുക എന്നല്ലാതെ വേണ്ട.